ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യം ഞാൻ ആമുഖമായി പറയാം. സഹ്വിന്റെ സുജൂദ് എന്ന് പറയുന്നത് സാധാരണ എന്താണ് അതിന്റെ അർത്ഥം? എന്റെ ഈ സഹ്വ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? സഹ്വിന്റെ സുജൂദ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? സഹ്വിന്റെ സുജൂദ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? ഉത്തരം വന്നു കഴിഞ്ഞു. മറവിയുടെ സുജൂദ് എന്നാണ് അതിന്റെ നേരെ അർത്ഥം. പക്ഷെ ഇത് കേൾക്കുമ്പം പരിഹാരം എന്നല്ല, മറവി എന്നാണ് സഹ്വ് എന്ന പദത്തിന്റെ നേരെ അർത്ഥം. അപ്പൊ മറവിയുടെ സുജൂദ് എന്നാണ് സഹ്വിന്റെ സുജൂദിന്റെ നേരെ അർത്ഥം. പക്ഷെ അവിടെ നമ്മൾ ശ്രദ്ധിക്കുക, ഇത് കേൾക്കുമ്പോൾ പലപ്പോഴും നമുക്ക് തോന്നും മറന്നാൽ മാത്രമുള്ള സുജൂദാണിത് എന്ന് തോന്നും. മറന്നാൽ മാത്രമുള്ള സുജൂദാണ് ഇത് എന്ന് തോന്നും. യഥാർത്ഥത്തിൽ ഇത് മറന്നാൽ മാത്രമുള്ള സുജൂദ് അല്ല. കൂടുതലും ഈ സുജൂദ് ആവശ്യം വരാനുള്ള കാരണം മറവിയാണ്. കൂടുതലും ഈ സുജൂദ് വരാനുള്ള കാരണം മറവിയാണ്. അതുകൊണ്ട് അതിന് മറവിയുടെ സുജൂദ് എന്ന അർത്ഥം വരുന്ന സഹ്വിന്റെ സുജൂദ് എന്ന് പറയുന്നു എന്ന് മാത്രം. ചിലപ്പം മറവി ഒന്നും അടുത്തുകൂടി വന്നിട്ടുണ്ടാവില്ല, എന്നാലും സുജൂദ് വരും. നെയ്യപ്പം എന്നൊക്കെ പറയണ മാതിരിയാ. മനസ്സിലായില്ല? നെയ്യപ്പം അറിയാലോ എല്ലാവർക്കും. നെയ്യൊന്നും അടുത്തുകൂടി പോയിണ്ടാവില്ല, എന്നാലും പേരെന്താ? നെയ്യപ്പം എന്നാണ്. എന്ന് പറഞ്ഞതുപോലെ ഈ സുജൂദിനെ സംബന്ധിച്ചിടത്തോളം മറവിയൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല, എന്നാലും ആ സുജൂദിന് എന്ത് പേര് പറയും? സഹ്വിന്റെ സുജൂദ് എന്ന് പേര് പറയും കേട്ടോ. അപ്പൊ സഹ്വിന്റെ സുജൂദാണ്. പിന്നെ ഈ സുജൂദ് ഒരുപാട് കാരണങ്ങൾ ഈ സഹ്വിന്റെ സുജൂദിനുണ്ട്. അതെ, ഒരുപാട് സുജൂദുകൾ അല്ല, ഒരുപാട് കാരണങ്ങൾ ഈ സഹ്വിന്റെ സുജൂദിന് ഉണ്ട്. ആ കാരണങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് ഘട്ടം ഘട്ടമായി വിശദീകരിക്കാം. അതില് ആദ്യം നമ്മൾ കാരണം വിശദീകരിക്കുന്നതിന്റെ മുമ്പ് ഈ സുജൂദ് എങ്ങനെയാണ് എന്നൊന്ന് പഠിക്കണം. അപ്പോ നിങ്ങൾ പല നാട്ടിലും ഉള്ള ആളുകൾ, പല നാട്ടിലും താമസിക്കുന്നവർ ഈ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അപ്പൊ സഹ്വിന്റെ സുജൂദ് ചെയ്യുമ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ സഹ്വിന്റെ സുജൂദ് ചെയ്യാറുള്ളത് 2 സുജൂദാണ്. ഈ 2 സുജൂദ് തന്നെ സലാം വീട്ടുന്നതിന്റെ തൊട്ട് മുമ്പ്, അത്തഹിയാത്തും ശേഷമുള്ള സലാത്തും ദുആയൊക്കെ ചൊല്ലിക്കഴിഞ്ഞതിന്റെ ശേഷം സലാം വീട്ടുന്നതിന്റെ തൊട്ട് മുമ്പാണ് ഈ 2 സുജൂദ് ചെയ്യാറുള്ളത്. ഇതിന് വിരുദ്ധമായി എവിടെയെങ്കിലും സഹ്വിന്റെ സുജൂദ് ചെയ്യുന്നത് കണ്ടവർ ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ ഒന്ന് ടെക്സ്റ്റ് ചെയ്യുക. ഏത് നമ്മുടെ നാട്ടിൽ ഈ സഹ്വിന്റെ സുജൂദ് ചെയ്യാറുള്ളത് സലാം വീട്ടുന്നതിന്റെ മുമ്പ് 2 സുജൂദാണ്. ഇതിന് വിരുദ്ധമായി മറ്റു രീതിയിൽ സഹ്വിന്റെ സുജൂദ് ചെയ്യുന്നത് കണ്ടവർ ഈ റൂമിൽ ഉണ്ടെങ്കിൽ ഒന്ന് ടെക്സ്റ്റ് ചെയ്യുക. ഓക്കെ, അബൂവാസിത്ത് കണ്ടിട്ടുണ്ട് എന്നാ പറഞ്ഞത്. അബൂവാസിത്ത് കണ്ടിട്ടുണ്ട്, റിഫായും കണ്ടിട്ടുണ്ട്, അബൂ അമീനും കണ്ടിട്ടുണ്ട്. എത്ര ആളുകളല്ല, ചുഴലി ഉസ്താദും കണ്ടിട്ടുണ്ട്. എല്ലാരും കണ്ടിട്ടുണ്ട്. ഓക്കെ, ഞാൻ പറയാം. നിങ്ങൾ കണ്ടത് സലാം വീട്ടിയതിന്റെ ശേഷം സുജൂദ് ചെയ്യുന്നതാണോ? സലാം വീട്ടിയതിന്റെ ശേഷം സുജൂദ് ചെയ്യുന്നതാണോ കണ്ടിട്ടുള്ളത്? അതെ 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 ബാക്കവി ഉസ്താദ് അതുമല്ല കണ്ടത്. പിന്നെ എന്താന്ന് ഇൻഷാ അല്ലാഹ് മൈക്കെടുത്ത് പറയാൻ വേണ്ടി വരും. അതെ, സലാം വീട്ടിയതിന്റെ ശേഷം സുജൂദ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് എന്ന് പറയുന്നു. അത് എന്താ അതിന്റെ കാരണം എന്നറിയോ? അതിന്റെ കാരണം ഹനഫി മദ്ഹബില്, ശ്രദ്ധിച്ചോളൂ, ഹനഫി മദ്ഹബിൽ സഹ്വിന്റെ സുജൂദ് ഉള്ളത് സലാം വീട്ടിയതിന്റെ ശേഷമാണ്. ഹനഫി മദ്ഹബിൽ സഹ്വിന്റെ സുജൂദ് ഉള്ളത് സലാം വീട്ടിയതിന്റെ ശേഷം ആണ്. മാലിക്കി മദ്ഹബിൽ 2 സാധ്യതകളാണ് ഉള്ളത്. മാലിക്കി മദ്ഹബിൽ 2 സാധ്യതകളാണ് ഉള്ളത്. അതായത് സഹ്വിന്റെ സുജൂദിന്റെ കാരണങ്ങളെ 2ആയി വീതിച്ചിരിക്കുകയാണ് മാലിക്കി മദ്ഹബ്. നിസ്കാരത്തിൽ വല്ല കുറവും വന്നതിന്റെ പേരിലാണെങ്കിൽ അവിടെ സലാം വീട്ടുന്നതിന്റെ മുമ്പാണ് സുജൂദ് ചെയ്യേണ്ടത് എന്നും, അല്ല നിസ്കാരത്തിൽ വല്ല വർധനവും വന്നതിന്റെ പേരിൽ, അങ്ങനെയുണ്ട്, സഹ്വിന്റെ സുജൂദ് വർധനവിനും വരും, പിന്നെ അതിന്റെ പേരിലാണ് സഹ്വിന്റെ സുജൂദ് വരുന്നതെങ്കിൽ അത് സലാം വീട്ടിയതിന്റെ ശേഷമാണ് വേണ്ടത് എന്നുമാണ് മാലിക്കി മദ്ഹബിന്റെ കാഴ്ചപ്പാട്.
മനസ്സിലായോ? പിന്നെ ഒരു സുജൂദ് മാത്രം അത് ഏതെങ്കിലും മദ്ഹബിലുണ്ട്. സജദത്താനി ഖുബൈല സലാമിൻ, സലാമിന്റെ മുമ്പ് 2 സുജൂദ് സുന്നത്താണ് എന്ന് പറയുന്നുണ്ട്. കണ്ടോ? അപ്പൊ 2 സുജൂദാണ് അവിടെ സുന്നത്തുള്ളത്. ആ സുജൂദ് സലാം വീട്ടുന്നതിന്റെ മുമ്പാണ് വേണ്ടത്. അത് സലാം വീട്ടിയതിന്റെ ശേഷമാണ് ഈ സുജൂദ് ചെയ്യേണ്ടത് എന്ന് ഹനഫി മദ്ഹബിൽ പറയുന്നു. മാലിക്കി മദ്ഹബിൽ പറയുന്നത് ഈ 2 സുജൂദ് സുന്നത്തുണ്ട്, പക്ഷെ അത് വേണ്ടത് സലാം വീട്ടിയതിന്റെ മുമ്പുമാകാം ശേഷവുമാകാം. അതായത് സഹവിന്റെ സുജൂദിന്റെ കാരണം സഹവിന്റെ സുജൂദിന്റെ കാരണം എന്താണ് എന്നിടത്തുനിന്നാണ് മാലിക്കി മദ്ഹബ് ആ വിഷയത്തെ കാണുന്നത്. അതായത് സഹവിന്റെ സുജൂദിന്റെ കാരണം എന്താ? നിസ്കാരത്തിൽ വല്ലതും വിട്ടുപോയതാണോ? എന്നാൽ സലാം വീട്ടുന്നതിന്റെ മുമ്പ് സുജൂദ് ചെയ്യണം. അതല്ല നിസ്കാരത്തിൽ വല്ലതും വർദ്ധിച്ചു പോയതാണോ? എന്നാൽ അത് സുജൂദിന്റെ സലാമിന്റെ ശേഷമാണ് ആ സുജൂദ് ചെയ്യേണ്ടത് എന്ന കാഴ്ചപ്പാടാണ് മാലിക്കി മദ്ഹബിന് ഉള്ളത്. ഷാഫി മദ്ഹബിന്റെ ഖദീമായ അഭിപ്രായവും അങ്ങനെ തന്നെയായിരുന്നു. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ആ വ്യത്യാസങ്ങളൊക്കെ നമ്മൾ പല നാടുകളിലും കണ്ടേക്കാം. ഏതായാലും ഒരു സുജൂദ് ചെയ്യുന്നത് അത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഇൻഷാ അല്ലാഹ് ഞാനൊന്ന് നോക്കട്ടെ കേട്ടോ. അന്നഹു യനൂബു അനിൽ മസ്നൂനി വൈന്നമാ ഇവിടെ നമ്മുടെ സാധാരണ കിതാബുകളിലൊന്നും ഏതെങ്കിലും മദ്ഹബില് 2 സുജൂദിന് പകരം 1 സുജൂദ് ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല, അത് കാണുന്നില്ല. അത് സഹവിന്റെ സുജൂദല്ല എന്ന് പറയുന്നു. അതെ, അതാണ് എന്റെ ശരി. അപ്പൊ ഇവിടെ കാണുന്നത് സഹവിന്റെ സുജൂദ് 2 എണ്ണമാണ്. അത് സലാമിന്റെ മുമ്പാണോ ശേഷമാണോ എന്നതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. നമ്മുടെ മദ്ഹബിൽ സലാമിന്റെ മുമ്പാണ്. മാലിക്കി മദ്ഹബിൽ 2 തരത്തിലാണ് ഉള്ളത്. ചിലപ്പോൾ സലാമിന്റെ മുമ്പുമാകാം, ചിലപ്പോൾ ശേഷമാകാം. ഹനഫി മദ്ഹബിൽ സലാമിന്റെ ശേഷം ആണ്. ഇതാണ് ഇപ്പൊ പറഞ്ഞത്. ഓക്കെ, അപ്പൊ അങ്ങനെ സഹവിന്റെ സുജൂദ് ഉണ്ട്. ഈ സഹവിന്റെ സുജൂദ് ചെയ്യുമ്പോ ചില കാര്യങ്ങളൊക്കെ നന്നായി ശ്രദ്ധിക്കണം. ഒന്ന് ശ്രദ്ധിച്ചോളൂ. ഇമാമും ഒറ്റക്ക് നിസ്കരിക്കുന്നവനും സഹവിന്റെ സുജൂദ് ചെയ്യുകയാണെങ്കിൽ സഹവിന്റെ സുജൂദ് ചെയ്യുകയാണ് എന്ന നിയ്യത്ത് മനസ്സിലുണ്ടായിരിക്കണം. അനന്താവൂർ ഹംബലി മദ്ഹബ് എന്താണെന്ന് എനിക്കറിയില്ല, അത് പരിശോധിക്കണം. നമ്മുടെ കിതാബുകളിലൊക്കെ മാലിക്കി മദ്ഹബും ഹനഫി മദ്ഹബും മാത്രമേ പറഞ്ഞ് കാണുന്നുള്ളൂ. അതുകൊണ്ട് ഹംബലി മദ്ഹബിന്റെ കിതാബും മറ്റു മദ്ഹബിന്റെ കിതാബ് പരിശോധിച്ചിട്ടല്ല ഞാൻ പറയുന്നത്. നമ്മുടെ ചില കിതാബുകളിൽ തന്നെ അത്തരം കാര്യങ്ങൾ പറയുന്നുണ്ട്, അത് പരിശോധിച്ചിട്ടാണ് പറയുന്നത്. എന്താ പറഞ്ഞ് അല്ലാ പഠിച്ചോന്, എന്താപ്പോ ചർച്ച മാറില്ലിട്ടോ നിങ്ങൾ. അതൊക്കെ അവിടെ കട്ടെ, ഇൻഷാ അല്ലാഹ് നമുക്ക് ആ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാം. ഇപ്പൊ ഇതിന്റെ കൂടെ വരി നിങ്ങൾ. ഇപ്പൊ എന്താ നമ്മൾ പറഞ്ഞത്? സുജൂദ് ചെയ്യുമ്പോൾ നിയ്യത്ത് വേണം. ഒറ്റക്ക് നിസ്കരിക്കുന്നവനോ ഇമാമോ സഹവിന്റെ സുജൂദ് ചെയ്യുകയാണെങ്കിൽ ഞാൻ സഹവിന്റെ സുജൂദ് ചെയ്യുകയാണ് എന്ന നിയ്യത്ത് വേണം. നിയ്യത്ത് പറഞ്ഞാല് ഉസല്ലി ഫർദുൽ ളുഹരി എന്നൊന്നും പറയലല്ല, അത് മനസ്സ് കരുതലാണ്. ഞാൻ സഹവിന്റെ സുജൂദ് ചെയ്യുകയാണെന്ന് മനസ്സ് കരുതണം. എന്നിട്ടാണ് സുജൂദിലേക്ക് പോകേണ്ടത്. ഒന്നും കരുതാതെ സുജൂദിക്ക് പോകാൻ പാടില്ല എന്നാ. മനസ്സിലായോ? അത് ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ പോയിന്റാണ്. അപ്പൊ ആ സമയത്ത് എത്തുമ്പോൾ സഹവിന്റെ സുജൂദാണ് ചെയ്യണമെന്നുള്ള ബോധം ഉണ്ടാകണം. അതിന്റെ പേരാണ് നിയ്യത്ത്. ആ ബോധം മനസ്സിലുണ്ടാകണം. അതില്ലാതെ അവിടെ എത്തിയിട്ട് പെട്ടെന്ന് എന്താക്കാൻ പാടില്ല, സുജൂദിലേക്ക് പോകാൻ പാടില്ല. പിന്നെ സുജൂദ് ചെയ്യേണ്ടത് സാധാരണ നിസ്കാരത്തിന്റെ സുജൂദ് പോലെ തന്നെയാണ്. അപ്പോ സുജൂദില് 7 അവയവങ്ങൾ നിലത്ത് വെക്കണം. ഇടയിലെ ഇരുത്തത്തിൽ ചെല്ലേണ്ട കാര്യങ്ങൾ ചെല്ലണം. രണ്ടാമത്തെ സുജൂദിലും അതുപോലെ തന്നെ സാധാരണ സുജൂദ് പോലെ ചെയ്യണം. അതിൽ പിന്നെ ചെല്ലേണ്ട കാര്യങ്ങളൊക്കെ ചെല്ലണം. അത് കഴിഞ്ഞിട്ട് എഴുന്നേറ്റിരിക്കണം, ഇരുന്നിട്ട് സലാം വീട്ടണം. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, സഹവിന്റെ സുജൂദ് ഉള്ളവന്, സഹവിന്റെ സുജൂദ് ചെയ്യാനുള്ള ആൾക്ക് പിന്നെ ഇരിക്കേണ്ടത് അവസാനത്തെ അത്തഹിയാത്തിന്റെ ശേഷമുള്ള സഹവിന്റെ സുജൂദ് ചെയ്യുക. പക്ഷെ അയാൾ ഇരിക്കേണ്ടത് ആദ്യത്തെ അത്തഹിയാത്തിന് ഇരിക്കുന്ന രീതിയിലുള്ള ഇഫ്തിറാഷിന്റെ ഇരുത്തം ഇരിക്കലാണ് സുന്നത്ത്.
ഇഫ്തിറാഷിന്റെ ഇരുത്തിയിരിക്കുക. സഹവിന്റെ സുജൂദ് കഴിഞ്ഞതിന്റെ ശേഷം അത് തബറുക്കിന്റെ ഇരുത്തമായി മാറ്റുകയും ചെയ്യാം. എന്നിട്ട് എന്താക്കുക, എന്നിട്ട് സഹവിന്റെ സുജൂദ് ചെയ്തതിന് ശേഷം അങ്ങനെ ഇരിക്കുക. അങ്ങനെ 2 രൂപമുള്ളത്. അവിടെ വേറൊരു കാര്യം, എന്ത്, സഹവിന്റെ സുജൂദിൽ ചൊല്ലേണ്ട ദിക്ർ എന്താണ്? സഹവിന്റെ സുജൂദിൽ ചൊല്ലേണ്ട ദിക്ർ എന്താണ്? ഇതൊരു ചോദ്യമാണ്, ഉത്തരം അടിച്ചോളൂ. സഹവിന്റെ സുജൂദിൽ ചൊല്ലേണ്ട ദിക്ർ എന്താണ്? താജ്മോൻ ഒന്നും ഒരു ഉത്തരം അടിച്ചിരിക്കുന്നു. സുബ്ഹാനമല്ല യനാമു വലാ യസുഹു. അതെ, ഇനി താജ്മോൻ അടിക്കണ്ട, വേറുള്ളവരടിക്കട്ടെ. സുബ്ഹാന മല്ല യനാമു വലാ യസുഹു. കഴിഞ്ഞോ? സജദ വജ്ഹിയ ലില്ലദീന്. അങ്ങനെ വേറൊരു ഉത്തരം. ഇനി അതുണ്ടോ? 2 ഉത്തരങ്ങളാണല്ലോ വന്നത്. സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി, 3ാമത്തെ ഉത്തരം. ഓക്കെ. അപ്പൊ ഉത്തരങ്ങൾ പലതരത്തിൽ വന്നു. ഇത് പലർക്കും കൺഫ്യൂഷൻ ഉള്ള ഒരു വിഷയമാണ്, പലരും തെറ്റിദ്ധരിച്ചിട്ടുള്ള ഒരു വിഷയമാണ്. അതുകൊണ്ട് നന്നായി ശ്രദ്ധിക്കണം. ഞാൻ കറക്റ്റ് ചെയ്ത് പറയാം. സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി അതാണ് ചൊല്ലേണ്ടത്. ശ്രദ്ധിച്ചോളൂ. അതായത് സാധാരണ സുജൂദിൽ ചൊല്ലുന്ന അതേ ദിക്ർ തന്നെയാണ് സഹവിന്റെ സുജൂദിലും ചൊല്ലേണ്ടത്. എന്ത്? സാധാരണ സുജൂദിൽ ചൊല്ലുന്ന അതേ തസ്ബീഹ് സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി അത് തന്നെയാണ് സഹവിന്റെ സുജൂദിലും ചൊല്ലേണ്ടത്. സുബ്ഹാന മല്ലാ യനാമു വലാ യസുഹു എന്നാണ് ചൊല്ലേണ്ടത് എന്ന് ഒരു അഭിപ്രായമുണ്ട്. മനസ്സിലായോ? പക്ഷെ അഭിപ്രായം പ്രബലമല്ല. പ്രബലമായ അഭിപ്രായം സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി എന്ന് ചൊല്ലണം എന്ന് തന്നെയാണ്. അതാണ് ഇവിടെ അടിച്ചിരിക്കുന്നത്. യുഖാലു ഫീ സുജൂദി സഹവി മാ യുഖാലു ഫീ സുജൂദി സ്വലാത്തി മിനൽ ദിക്രി വദ്ദുആ. ഇവിടെ കാണാം. ഫത്തുൽ മീനിൽ എങ്ങനെയുള്ള അറിയുന്നത് കേട്ടോളൂ. ഫത്തുൽ മീനിന്റെ ഇബാറത്ത് ഞാൻ വായിച്ചു തരാം, കേട്ടോളൂ. വഹുമ വൽ ജുലൂസു ബൈനഹുമ, ഈ 2 സുജൂദും അതിന്റെ ഇടയിലുള്ള ഇരുത്തവും കസുജൂദി സ്വലാത്തി, നിസ്കാരത്തിന്റെ സുജൂദ് പോലെ തന്നെയാണ്. വൽ ജുലൂസി ബൈന സജദത്തൈഹ, നിസ്കാരത്തിന്റെ സുജൂദിന്റെ ഇടയിലുള്ള ഇരുത്തം പോലെ തന്നെയുമാണ്. ഏത് വിഷയത്തിൽ? ഫി വാജിബാത്തി സലാസ, 3ന്റെയും നിർബന്ധമായ കാര്യങ്ങളിൽ. വ മന്ദൂബാത്തിഹ, അതിന്റെ സുത്തുകൾ. എവിടെ നേരത്തെ സുജൂദിന്റെ ചർച്ച ചെയ്തപ്പോ അതിന്റെ സുന്നത്തുകളൊക്കെ പറഞ്ഞിരുന്നല്ലോ. അതിലിങ്ങനെയാണുള്ളത്. ദിക്രി ഫിഹയിലുള്ള ദിക്ർ പോലെ എന്ന് പ്രത്യേകം പറഞ്ഞിരിക്കുന്നു. അപ്പൊ സാധാരണ നിസ്കാരത്തിലുള്ള സുജൂദിൽ എന്താണോ ദിക്ർ, ആ ദിക്ർ തന്നെയാണ് ഇവിടെ ചെല്ലേണ്ടത്. എന്നാ വക്കീല, ഒരു അഭിപ്രായമുണ്ട്. യഖൂലു ഫിഹ സുബ്ഹാന മല്ലാ യനാമു വലാ യസുഹു, അതിൽ പറയേണ്ടത് സുബ്ഹാന മല്ലാ യനാമു വലാ യസുഹു എന്നാണ് പറയേണ്ടത്. അതിന്റെ അർത്ഥം എന്താ? ഉറക്കവും മറവിയുമില്ലാത്ത അള്ളാഹുവിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു എന്നാണ്. ആ അർത്ഥം വരുന്ന സുബ്ഹാന മല്ലാ യനാമു വലാ യസുഹു എന്നാണ് പറയേണ്ടത് എന്നൊരു അഭിപ്രായമുണ്ട്. വഹുവ ലായിഖും ബിൽ ഹാലി, അത് സന്ദർഭോചിതമാണ്. ഇതേ ഫത്തുൽ മീനിലുള്ളൂ, അത് സന്ദർഭോചിതാണ്. പക്ഷെ അത് സന്ദർഭോചിതമാണെങ്കിലും ഇവിടെ പറയേണ്ടത് ഏതാ? മറ്റേതാ? സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി എന്നാണ് പറയേണ്ടത് എന്ന് തന്നെയാണ് ഫത്ഹുൽ മുഈനിൽ ഒക്കെ ഉള്ളത് എന്ന വിഷയം ശ്രദ്ധിക്കുക. പിന്നെ സജദ വജ്ഹിയ ലില്ലദീ എന്നുള്ളത് അത് തിലാവത്തിന്റെ സുജൂദിലാണ് അത് സുന്നത്തുള്ളത്, സഹവിന്റെ സുജൂദിലല്ല. മനസ്സിലായോ? അതും കൂടി ശ്രദ്ധിക്കുക. സജദ വജ്ഹിയ ലില്ലദീ ഖലഖഹു വസവ്വറഹു ഒക്കെ ഉണ്ടല്ലോ, അത് തിലാവത്തിന്റെ സുജൂദിലാണ് സുന്നത്തുള്ളത്, ഏതിലല്ല? ഈ പറഞ്ഞ സഹവിന്റെ സുജൂദിലല്ല. അതുകൊണ്ട് ആ കാര്യം കൂടി നമുക്ക് ശ്രദ്ധിക്കാം. അപ്പോ ഇപ്പോ ഒരു സംശയം ഇവിടെ തീർന്നു. ഏത്? ഇപ്പൊ പല ആളുകളും തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുന്ന ഒരു വിഷയമാണ്. ഏത്? സഹവിന്റെ സുജൂദിൽ എന്താണ് ചൊല്ലേണ്ടത്? അപ്പൊ അതിന്റെ ഉത്തരം ഞാൻ കറക്റ്റ് ചെയ്ത് പറഞ്ഞു. സാധാരണ നിസ്കാരങ്ങളിലെ സുജൂദിൽ ചൊല്ലുന്ന സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി എന്ന ദിക്ർ തന്നെയാണ് സഹവിന്റെ സുജൂദിലും ചൊല്ലേണ്ടത്. കഴിഞ്ഞോട്ടോ? ഇപ്പൊ സഹവിന്റെ സുജൂദ് ചെയ്യേണ്ട രൂപമൊക്കെ ശരിക്കും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പൊ സാധാരണത്തെ സുജൂദ്, അതിൽ സാധാരണ ദിക്ർ, സാധാരണ ഇടയിലെ ഇരുത്തം, ഇടയിലെ ഇരുത്തത്തിലുണ്ട് ദിക്ർ. അപ്പൊ സാധാരണ സുജൂദിന്റെ ഇടയിലെ ഇരുത്തത്തിൽ എന്തായാലും റബ്ബി ഗ്ഫിർലി വർഹംനി വജബർനി വർഫഅനി വർസുഖ്നി വഹ്ദിനി വആഫിനി അത് ഇങ്ങോട്ടും വരും. മനസ്സിലായോ? അത് ഇവിടെ എന്താക്കുക? ചൊല്ലുക. അതൊക്കെ സുന്നത്താണ്. പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞു. സഹവിന്റെ സുജൂദ് ഒരു സാധാരണ സുജൂദല്ല.
നിസ്കാരത്തിൽ അസാധാരണമായി വരുന്നൊരു സുജൂദാ. അതുകൊണ്ട് തന്നെ ആ സുജൂദ് ഓർക്കാപ്പുറത്തങ്ങ് ചെയ്താൽ പറ്റൂല. ആ സുജൂദ് ചെയ്യുമ്പോ മുൻഫരിദോ ഇമാമോ, ഒറ്റക്ക് നിസ്കരിക്കുന്നവനോ ഇമാമോ ആയ ആളുകൾ ആ സുജൂദ് ചെയ്യുന്ന സമയത്ത് ഞാൻ സഹവിന്റെ സുജൂദ് ചെയ്യുകയാണ് എന്ന ബോധം മനസ്സിലുണ്ടായിട്ടേ ആ സുജൂദിലേക്ക് പോകാവൂ എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പൊ അത് കഴിഞ്ഞു. ഇനി ഒറ്റ വിഷയം കൂടി പറഞ്ഞിട്ട് ഇന്നത്തെ ക്ലാസ് നമ്മൾ അവസാനിപ്പിക്കും. അത് ഓരോ ഘട്ടം ഘട്ടമായിട്ട് പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, നിസ്കാരത്തില് സഹവിന്റെ സുജൂദ് വരുന്ന ഒന്നാമത്തെ കാരണം കണ്ടോ. ഒന്നാമത്തെ കാരണം എന്താ? ഒന്നാമത്തെ കാരണം തന്നെ അബ്ആദ് സുന്നത്തുകളിൽ നിന്ന് വല്ലതും ഒഴിവാക്കുക എന്നതാണ്. നിസ്കാരത്തിന്റെ സുന്നത്ത് രണ്ട് തരത്തിലുണ്ട്. ഒന്ന് അബ്ആദ് സുന്നത്ത്, മറ്റേത് ഹൈആത്ത് സുന്നത്ത്. അബ്ആദ് സുന്നത്ത് എന്ന് പറഞ്ഞാൽ ഹൈആത്ത് സുന്നത്തിനേക്കാളും കുറച്ചുകൂടി പ്രസക്തമായ സുന്നത്തുകളാണ്. അതുകൊണ്ട് തന്നെ ആ സുന്നത്ത് ഒഴിവാക്കുന്നവന് അത് പരിഹരിക്കാനുള്ള ഒരു മാർഗമാണ് സഹവിന്റെ സുജൂദ് എന്നൊക്കെ നമ്മൾ പണ്ടേ പഠിച്ചവരാണ്. അതുകൊണ്ട് ആ കാര്യങ്ങളൊന്നും ഞാൻ വിശദീകരിക്കണില്ല. അബ്ആദ് സുന്നത്ത് ഒരാൾ ഒഴിവാക്കി നിൽക്കുക, എന്നാൽ അയാൾക്ക് സഹവിന്റെ സുന്നത്തുണ്ട്. അബ്ആദ് സുന്നത്ത് എന്തൊക്കെയാണ്? അബ്ആദ് സുന്നത്ത് ഏതൊക്കെയാണോ ഒന്ന് അടുക്കി. ആദ്യത്തെ അത്തഹിയ്യാത്ത്, ഓക്കെ. 2 കുനൂത്ത്, പിന്നെ ശ്രദ്ധിച്ചോളൂ. ആദ്യത്തെ അത്തഹിയ്യാത്ത്, 2 കുനൂത്ത്, 3 കുനൂത്തിനുള്ള നൃത്തം. അപ്പൊ 4 അത്തഹിയ്യാത്തിനുള്ള ഇരുത്തം എന്നും പറയാ. എളുപ്പമുണ്ടല്ലോ. അതന്നെ അത്തഹിയ്യാത്തിനുള്ള ഇരുത്തം. പിന്നെ അതെ, അത്തഹിയ്യാത്തിനുള്ള ഇരുത്തം. അത് 2 ആയി. ഇതിനിടക്ക് ആരോ ഒന്ന് റക്കഅത്തിന്റെ എണ്ണം എന്നൊക്കെ അടിക്കുന്നുണ്ടല്ലോ. റക്കഅത്തിന് ഞാൻ ഇപ്പൊ ചോദിക്കണത് സഹവിന്റെ സുജൂദ് ചെയ്യാനുള്ള കാരണമൊന്നുമല്ല കേട്ടോ. അബ്ആദ് സുന്നത്ത് ഏതൊക്കെയാണ് എന്നാ ചോദിക്കണത്. സഹവിന്റെ സുജൂദ് ചെയ്യാൻ കാരണങ്ങൾ പലതുമുണ്ട്. അതിൽ ഒന്നാമത്തെ കാരണം അബ്ആദ് സുന്നത്തിൽ നിന്ന് വല്ലതും ഒഴിവാക്കലാണ്. ആ അബ്ആദ് സുന്നത്ത് ഏതാണെന്ന് അപ്പൊ ചർച്ച. അപ്പൊ ഉത്തരം വന്നു, ഒന്നാമത്തെ അത്തഹിയ്യാത്ത്. ഒന്നാമത്തെ അത്തഹിയ്യാത്തിന് വേണ്ടി ഇരിക്കൽ. അതുപോലെ കുനൂത്ത് എന്ന് പറഞ്ഞാല് സുബ്ഹിയിലെ കുനൂത്തും റമളാനിന്റെ അവസാനത്തെ പകുതിയിലെ വിത്റിലെ കുനൂത്തും അതിൽ ഉൾപ്പെടും. ആ കുനൂത്തിന് വേണ്ടി പിന്നെ നിൽക്കൽ, അതാണ് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചെല്ലൽ. ഒന്നാമത്തെ തഹിയ്യാത്തിന്റെ ശേഷം റസൂലുള്ളാഹിന്റെ മേൽ സ്വലാത്ത്. അവസാനത്തെ തഹിയ്യാത്തിന്റെ ശേഷം റസൂലുള്ളാഹിന്റെ മേൽ സ്വലാത്ത് ചെല്ലൽ എന്താണ്? അത് നിർബന്ധ. അപ്പോ ഒന്നാമത്തെ അത്തഹിയ്യാത്തിന്റെ ശേഷം അതുപോലെ കുനൂത്തിന്റെ ശേഷവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചെല്ലൽ. അതാണ് അടുത്തത്. പിന്നെ വേറെ ഒന്നുള്ളത്, അവസാനത്തെ അത്തഹിയ്യാത്തിന്റെ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബത്തിന്റെ പേരിൽ സ്വലാത്ത് ചെല്ലൽ. അതുപോലെ കുനൂത്തിന്റെ ശേഷം എന്തുണ്ട്? റസൂലുള്ളാഹിന്റെ കുടുംബത്തിന്റെ പേരിൽ സ്വലാത്ത് ചെല്ലലുണ്ട്. അവസാനത്തെ അത്തഹിയ്യാത്തിന്റെ ശേഷവും കുനൂത്തിന്റെ ശേഷവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിന്റെ മേൽ സ്വലാത്ത് ചെല്ലൽ. റസൂലുള്ളാഹിന്റെ പേരിൽ സ്വലാത്ത് ചെല്ലൽ വാജിബാണ്. അതേസമയത്ത് കുടുംബത്തിന്റെ മേൽ സ്വലാത്ത് ചെല്ലൽ അബ്ആദ് സുന്നത്താണ്. ഓക്കെ മനസ്സിലായില്ലേ? അപ്പൊ ഒന്ന് തലക്കന്ന് എണ്ണാണ്. ആരും വസ്വാസം ഉണ്ടാക്കരുത്. 1 ആദ്യത്തെ അത്തഹിയ്യാത്ത്, 1. 2 ആദ്യത്തെ അത്തഹിയ്യാത്തിന് വേണ്ടി ഇരിക്കൽ. 3 സുബ്ഹിയിലെയും റമളാനിന്റെ അവസാനത്തെ പകുതിയിലുമുള്ള പിന്നെ അവസാനത്തെ പകുതിയിലെ വിത്റിലുള്ള കുനൂത്ത്. 4 കുനൂത്തിന് വേണ്ടി നിൽക്കൽ. 5 കുനൂത്തിന്റെയും ഒന്നാമത്തെ തഹിയ്യാത്തിന്റെയും ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചെല്ലൽ. 6 കുനൂത്തിന്റെ ശേഷവും അവസാനത്തെ അത്തഹിയ്യാത്തിന്റെ ശേഷവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിന്റെ പേരിൽ സ്വലാത്ത് ചെല്ലൽ. അങ്ങനെ 6 അബ്ആദ് സുന്നത്തുകളാണുള്ളത്. 6 അബ്ആദ് സുന്നത്തുകൾ. ഈ അബ്ആദ് സുന്നത്തിൽ നിന്ന് വല്ലതും ഒഴിവാക്കിയാൽ ഓൻക്ക് സഹവിന്റെ സുജൂദ് സുന്നത്തുണ്ട്. ശ്രദ്ധിച്ചോളൂ. അപ്പൊ ഒരാൾ ആദ്യത്തെ അത്തഹിയ്യാത്ത് ഓതിയില്ല, എന്നാല്
ആദ്യത്തെ അത്തഹിയാത്ത് ഓതിയില്ല, എന്നാൽ കുനൂത്തിൽ ഇരിക്കലാണോ നിക്കലാണെന്നോ? കുനൂത്തിൽ നിക്കലല്ലേ സുഹൃത്തെ, നിന്നിട്ടല്ലേ കുനൂത്തത്? അതുപോട്ടെ, ആദ്യത്തെ അത്തഹിയാത്ത് ഒരാൾ ഓതിയില്ല, എന്നാ അയാൾക്ക് എന്തുണ്ട്? അവിടെ പല രീതിയുണ്ട്. അതെന്താ? ആദ്യത്തെ അത്തഹിയാത്ത് ഓതിയില്ല എന്ന് പറഞ്ഞാൽ അത്തഹിയാത്ത് തീരെ ഓതിയില്ല, എന്നാ സഹബിന്റെ സുജൂദുണ്ട്. രണ്ട്, അത്തഹിയാത്തൊക്കെ ഓതി, പക്ഷെ അതിൽ നിന്ന് അവസാനത്തെ അത്തഹിയാത്തിൽ നിർബന്ധമായ ഭാഗമോ അതിന്റെ അല്പഭാഗമോ വിട്ടുകളഞ്ഞു. അത് ഒരു കലിമത്ത്, ഒരു അക്ഷരം വിട്ടുകളഞ്ഞാൽ പോലും, ഒരു കലിമത്തും ഉണ്ട്, കലിമത്ത് എന്നൊരു വേർഡാണ്, മറ്റേതൊരു അക്ഷരമാണ്. ഒരു അക്ഷരം വിട്ടുകളഞ്ഞാൽ പോലും അയാൾക്ക് സഹവിന്റെ സുജൂദ് സുന്നത്തുണ്ട്. ഇത് ശ്രദ്ധിക്കുക. അപ്പൊ അവസാനത്തെ തയ്യാത്തിൽ നിർബന്ധമായ തശഹുദ് ഏതാ? അത്തഹിയാത്തു ലില്ലാഹി സലാമുൻ അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു സലാമുൻ അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഇതാണ് അവസാനത്തെ അത്തഹിയാത്തിൽ നിർബന്ധമായ ഭാഗം. ഈ നിർബന്ധമായ ഭാഗത്തുനിന്ന് ഒരക്ഷരം വിട്ടുപോയാൽ പോലും അതിന് സഹവിന്റെ സുജൂദ് സുന്നത്തുണ്ട്. മനസ്സിലാവുണ്ടോ? സഹവിന്റെ സുജൂദ് സുന്നത്തുണ്ട്. വേറൊന്ന്, സഹുവെന്നല്ല, മറന്നതൊന്നല്ല, ഒരാൾ മനഃപൂർവ്വം തന്നെ ആദ്യത്തെ തയ്യാത്ത് ഓതിയില്ല നിൽക്കട്ടെ, എന്നാലും സഹവിന്റെ സുജൂദ് സുന്നത്തുണ്ട്. മറന്നിട്ടൊന്നുമില്ല, ആദ്യം തന്നെ എന്താക്കിയില്ല, മനഃപൂർവ്വം ഒരാള് ആദ്യത്തെ തയ്യാത്ത് ഓതിയില്ല, എന്നാലും അയക്ക് എന്തുണ്ട്? സഹവിന്റെ സുജൂദ് സുന്നത്തുണ്ട്. അതും ശ്രദ്ധിക്കുക. പിന്നെ ശ്രദ്ധിച്ചോളൂ, മറ്റൊരു തഹിയ്യാത്തുമാകാം, സുന്നത്ത് നിസ്കാരത്തിലെ ആദ്യത്തെ തഹിയ്യാത്തുമാകാം. ഉദാഹരണം പറയാ, 4 റക്അത്തുള്ള തസ്ബീഹ് നിസ്കാരം. തസ്ബീഹ് നിസ്കാരം 4 റക്അത്താന്ന് അറിയാത്തവരില്ല. അത് 2 രീതിയിൽ നിസ്കരിക്കാം. 4 റക്അത്ത് ഒന്നിച്ചു നിസ്കരിക്കാം, 2 റക്അത്ത് നിസ്കരിച്ച് സലാം വീട്ടി പിന്നെ 2 റക്അത്ത് അങ്ങനെ നിസ്കരിക്കാം. രാത്രിയിലാകുമ്പോൾ ഈ 2 റക്അത്ത് നിസ്കരിക്കലാണ് കൂടുതൽ ശ്രേഷ്ഠത. പകലാകുമ്പോൾ 4 റക്അത്തും ഒന്നിച്ച് നിസ്കരിക്കലാണ് ശ്രേഷ്ഠത. എപ്പോഴാണെങ്കിൽ 4 റക്അത്ത് ഒന്നിച്ച് നിസ്കരിക്കുകയാണെങ്കിൽ അവിടെ 2 റക്അത്ത് കഴിഞ്ഞാൽ ആദ്യത്തെ അത്തഹിയാത്ത് സുന്നത്തുണ്ട്. 2 റക്അത്ത് കഴിഞ്ഞാൽ ആദ്യത്തെ അത്തഹിയാത്ത് സുന്നത്തുണ്ട്. അതേപോലെ നിങ്ങൾ നോക്ക്, ളുഹറിന്റെ മുമ്പ് 4 റക്അത്ത്, ശേഷം 4 റക്അത്ത്. ഈ 4 റക്അത്തുള്ള സുന്നത്ത് നിസ്കാരം 2 റക്അത്തായിട്ട് നിസ്കരിക്കാം, 4 ഒന്നിച്ചു നിസ്കരിക്കാം. അപ്പൊ 4 ഒന്നിച്ചാണ് ഒരാൾ നിസ്കരിക്കുന്നതെന്നിരിക്കട്ടെ, അയാൾക്ക് ആദ്യത്തെ 2 റക്അത്ത് കഴിഞ്ഞാൽ ആദ്യത്തെ അത്തഹിയാത്ത് സുന്നത്തുണ്ട്. അപ്പൊ ഇത് സുന്നത്ത് നിസ്കാരങ്ങളിലെ ആദ്യത്തെ അത്തഹിയാത്താണ്. മറ്റേത് സാധാരണ നമ്മൾ പറയുന്നത് ഫർള് നിസ്കാരത്തിലെ ആദ്യത്തെ അത്തഹിയാത്താണ്. അപ്പൊ ഏത് നിസ്കാരത്തിലാണെങ്കിലും ശരി, ആദ്യത്തെ അത്തഹിയാത്ത് ഒഴിവാക്കിയവന് സഹവിന്റെ സുജൂദ് സുന്നത്തുണ്ട്. മനസ്സിലാണ്ടോ? ആദ്യത്തെ അത്തഹിയാത്ത് ഒഴിവാക്കിയവന് സഹവിന്റെ സുജൂദ് സുന്നത്തുണ്ട്. ആ കാര്യങ്ങളൊക്കെ നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. പിന്നെ വേറൊന്ന്, കുനൂത്തും കൂടി പറഞ്ഞിട്ട് തൽക്കാലം ഞാൻ അവസാനിപ്പിക്കും. ഏത്? പിന്നെ കുനൂത്തിന്റെ അല്പഭാഗം ഒഴിവാക്കിയാലും സഹവിന്റെ സുജൂദ് സുന്നത്തുണ്ട്. കുനൂത്ത് ഏതും ഓതാം എന്നാണല്ലോ കണക്ക്. കുനൂത്ത് ഏതും ഓതാം. അതേ സ്ഥാനത്ത് അല്ലാഹുമ്മ ഹ്ദിനി ഫീമൻ ഹദൈത എന്ന ദുആ തന്നെ കുനൂത്തിന് വേണമെന്നില്ല. പക്ഷെ ഒരാള് അല്ലാഹുമ്മ ഹ്ദിനി ഫീമൻ ഹദൈത്ത് എന്ന ദുആയിലേക്ക് കടന്നാൽ പിന്നെ ആ ദുആ മുഴുവനും ചൊല്ലലാണ് സുന്നത്ത്. അപ്പൊ അവിടെ ഒരാള് കുറച്ച് ഭാഗം വിട്ടുപോയാൽ അയാൾക്ക് സഹവിന്റെ സുജൂദ് എന്തുണ്ട്? സുന്നത്തുണ്ട്. സഹവിന്റെ സുജൂദ് സുന്നത്തുണ്ട്. അവിടെ ശ്രദ്ധിക്കുക, ഇത് കിതാബിലൊക്കെ കാണാം, ഒരക്ഷരം വിട്ടുപോയാലും സഹവിന്റെ സുജൂദ് സുന്നത്താണെന്നാ. ഒരു അക്ഷരം വിട്ടുപോയാലും സഹവിന്റെ സുജൂദ് സുന്നത്താണ്. അപ്പൊ ഒരാള് അല്ലാഹുമ്മ ഹ്ദിനി ഫീമൻ ഹദൈത്ത് വആഫിനി ഫീമൻ ആഫൈത്ത് എന്ന് പറയുന്ന കുനൂത്ത് തുടങ്ങി. ആ കുനൂത്തിൽ കുറേണ്ടെത്തിയപ്പം അയാൾ ഒരക്ഷരം വിട്ടുപോയി. ഉദാഹരണം ശ്രദ്ധിക്കുക, ഫ ഇന്നക തഖലി കിതാബിൽ പ്രത്യേകം എടുത്തു പറഞ്ഞൊരു അക്ഷരമാണത്. ഫ ഇന്നക തഖലി. അടഫ ഇന്നക തഖലി എന്നുള്ളടത്ത് ഫാ ഒഴിവാക്കി ഇന്നക തഖലി എന്ന് മാത്രം പറഞ്ഞു. എന്നാലും അയാൾക്ക് സഹവിന്റെ സുജൂദ് സുന്നത്തുണ്ട്. പക്ഷെ മഅ്മൂമിന് ഇതൊന്നും ബാധകല്ല കേട്ടോ. മഅ്മൂമിന് ഇതൊന്നും ബാധകല്ല. മഅ്മൂം അതിനൊന്നും വേണ്ടി സഹവിന് സുജൂദ് ചെയ്യാൻ പാടില്ല. മഅ്മൂം ഒറ്റക്ക് നിസ്കരിക്കുന്നവന് ഇമാമിനാണ് ഈ പറയുന്നത്. മഅ്മൂമിന്റെ വിഷയമൊക്കെ വേറെയാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് അവസാനം പറയാം.
അപ്പൊ അയാള് കുനൂത്ത് ഓതുമ്പോ ഇന്നക്ക തഖ്ലി എന്ന് പറയാതെ ഇന്നക്ക തഖ്ലി എന്ന് മാത്രം പറഞ്ഞാലും സഹവിന്റെ സുജൂദ് സുന്നത്തുണ്ട് എന്നാണ് കണക്ക്. പിന്നെ ഇവിടെയൊക്കെ അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പോയിന്റ്, സഹവിന്റെ സുജൂദ് ഏത് സാഹചര്യത്തിലും സുന്നത്തേ ഉള്ളൂ. സഹവിന്റെ സുജൂദ് ചെയ്യണം എന്ന് പറഞ്ഞ സാഹചര്യത്തിലൊക്കെ സുന്നത്തേ ഉള്ളൂ. അതുകൊണ്ട് ഒരാൾ സഹവിന്റെ സുജൂദും ചെയ്തില്ല എന്നിരിക്കട്ടെ, പ്രശ്നമൊന്നുമില്ല, നിസ്കാരം ബാത്തിലാകുന്നില്ല എന്ന കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ സഹവിന്റെ സുജൂദ് ഞാൻ ചെയ്തില്ല, കുനൂത്ത് ഓതിയില്ല, സഹവിന്റെ സുജൂദ് ചെയ്തില്ല, ഇനിയിപ്പോ എന്താ കാട്ടുകയെന്ന് വെച്ചിടക്കണ്ട, ഇനിയൊന്നും കാട്ടാല്ല, അത് പോയി കേട്ടോ. അപ്പൊ ആ സുന്നത്ത് പോയി, അത് ഒഴിവാക്കി വെച്ചിട്ട് കേടുപാടുകളൊന്നും സംഭവത്തിൽ നിന്ന് വല്ല കാരണവും സംഭവിച്ചാൽ അയാള് അതെ ഇൻഷാ അല്ലാഹ് ഞാൻ പറയാം. ഇമാമിന് സഹവിന്റെ സുജൂദിൽ നിന്ന് വല്ല കാരണവും സംഭവിച്ചാൽ മഅ്മൂമ് സഹവിന്റെ സുജൂദ് ചെയ്യണം. അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുക. അപ്പൊ നേരത്തെ ഒരാൾ ചോദിച്ച ചോദ്യം പ്രസക്താണ്. ഹനഫി മദ്ഹബ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സുബീക്ക് കുനൂത്തില്ലാത്ത മദ്ഹബ്, ആ മദ്ഹബുകാരുടെ കൂടെ ജമാഅത്തായി നിസ്കരിക്കുകയാണ് ഒരാൾ. അവിടെ മഅ്മൂമിന് കുനൂത്ത് ഓതാൻ സമയം കിട്ടുമോ കിട്ടുകയില്ലേ? രണ്ട് ചർച്ച ഉണ്ട്. സമയം കിട്ടിയാൽ അയാൾ കുനൂത്ത് ഓതണം. സമയം കിട്ടിയാൽ അയാൾ കുനൂത്ത് ഓതണം. സമയം കിട്ടുക എന്ന് പറഞ്ഞാൽ എങ്ങനെ? കുനൂത്ത് ഓതിയിട്ട് ഇമാമിന്റെ കൂടെ ഒന്നാമത്തെ സുജൂദിൽ തന്നെ എത്തണം. ഇമാമ് ഒന്നാമത്തെ സുജൂദിൽ നിന്ന് തല ഉയർത്തുന്നതിന് മുമ്പ് അയാൾ ഒന്നാമത്തെ സുജൂദിൽ എത്തണം. എന്നാ കുനൂത്ത് ഓതാൻ സമയം, അങ്ങനെ സമയം കിട്ടുമെങ്കിൽ അയാൾ കുനൂത്ത് ഓതിയാൽ മതി. അവിടെ ശ്രദ്ധിക്കുക, അവിടെ അല്ലാഹുമ്മ ഹ്ദിനി ഫീമൻ ഹദൈത്ത് വആഫിനി ഫീമൻ ആഫൈത്ത് എന്നൊക്കെ പറഞ്ഞ ഒരു നീണ്ട കുനൂത്ത് ഓതാൻ നിന്നാൽ എന്തായാലും എത്തൂല. അപ്പൊ അവിടെ എന്താ ചെറിയൊരു കുനൂത്ത്, അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ മതി, അത് മതി ഒരു ദുആ. അല്ലെങ്കിൽ റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. കുനൂത്ത് ശേഷം സലാത്ത് ഉണ്ടാവും കേട്ടോ. ഏത് കുനൂത്തില്ലാലും അവിടെ റസൂലുള്ളാഹിന്റെയും കുടുംബത്തിന്റെയും മേലെ സലാത്ത് സുന്നത്തുണ്ട്, അത് ശ്രദ്ധിക്കുക. അപ്പൊ ചെറിയൊരു ദുആ നടത്തിയിട്ട് ആ സലാത്തും കൂടി ചൊല്ലിയാൽ ഓന്റെ കുനൂത്തായി. എന്നാ പിന്നെ ഓന് ഇമാമിന്റെ കൂടെ സുജൂദ് തന്നെ എത്താം, ഒരു കുഴപ്പമില്ല. ഇമാമിന്റെ കൂടെ സുജൂദിൽ എത്തൂല എന്ന് കണ്ടാൽ കുനൂത്തിന് പിന്തൽ കറാഹത്താണ്. സുജൂദിലൊക്കെ ഇമാമിന്റെ കൂടെ സുജൂദിലും എത്തിയില്ല, അടുത്ത ഇടയിലെ ഇരുത്തത്തിലും എത്തിയില്ല, ഇവൻ ഒന്നാമത്തെ സുജൂദിലേക്ക് പോകുന്നതിന്റെ മുമ്പ് ഇമാമ് രണ്ടാമത്തെ സുജൂദിലേക്ക് പോകാൻ ആരംഭിച്ചാൽ അതോടെ ഇവന്റെ നിസ്കാരം ബാത്തിലാവുകയും ചെയ്യും. എന്ത്? ഇവൻ ഒന്നാമത്തെ സുജൂദിലേക്ക് പോകുന്നതിന്റെ മുമ്പ് ഇമാമ് രണ്ടാമത്തെ സുജൂദിലേക്ക് പോകാൻ ആരംഭിച്ചാൽ പരിപൂർണമായ 2 റുക്കിന് കൊണ്ട് ഇയാൾ ഇമാമിനേക്കാൾ പിന്തി. അതുകൊണ്ട് തന്നെ ഓന്റെ നിസ്കാരം ബാത്തിലാവും. അതുകൂടി ശ്രദ്ധിക്കുക. കുനൂത്തില്ലാത്ത ഇമാമിന്റെ കൂടെ തുടരുന്നതിന് വിരോധമൊന്നുമില്ല. അവിടെ എന്താക്ക, ആ ഇമാമ് അങ്ങനെ ഒരു വിശാല മനസ്കതയുള്ള ഇമാമാണെങ്കിൽ എന്റെ കൂടെ കുനൂത്ത് സുന്നത്തുള്ളവരും തുടരുന്നുണ്ട് എന്നുള്ള നിലക്ക് ആ സ്ഥലത്ത് അയാൾ കുനൂത്ത് ഓതാൻ സമയം തരും. അങ്ങനെയാണ് പലപ്പോഴും നടക്കാറുള്ളത്. അല്ല, വിശാല മനസ്കതയുള്ള ഇമാമൊന്നല്ല, എന്റെ മദ്ഹബ് അനുസരിച്ച് നിസ്കരിക്കണം, എന്റെ ഒപ്പം തുടർന്നാ മതി എന്നുള്ള ഇമാമിങ്ങളൊന്നും സത്യത്തിൽ ജനങ്ങൾ കൂടുന്ന സ്ഥലത്തേക്ക് പറ്റൂല. മനസ്സിലായ? ചെറിയ ദുആ അല്ലെ, അതൊക്കെ ഒന്നും പ്രശ്നം. അത് റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന കിട്ടൂലേ, വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ തന്നെയാണ് ചെറിയ ദുആ. അപ്പൊ എന്ത് ശ്രദ്ധിക്കുക, ഇടുങ്ങിയ മനസ്സുള്ള ഇമാമിയങ്ങളാണെങ്കിൽ അവർക്ക് അങ്ങനെ ചിന്ത, ഞാൻ നിസ്കരിക്കണം, അതിൽ എന്റെ കൂടെ നിസ്കരിക്കാൻ കഴിയണമെന്ന് നിന്നാ മതി. എന്നാ ഹറമിലൊക്കെ തന്നെ നമുക്ക് കാണാം, വിശാല മനസ്കതയുള്ള ചില ഇമാമിയങ്ങളുണ്ട്. അവര് നിസ്കരിക്കുന്ന സമയത്ത് അവര് മനസ്സിലാക്കും, ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും വരുന്ന ആളുകൾ തുടരുന്ന ഇമാമാണ് ഞാൻ, അതുകൊണ്ട് എല്ലാവർക്കും അവരവരുടെ വീക്ഷണങ്ങൾക്കനുസരിച്ച് നിസ്കരിക്കാനുള്ള സൗകര്യം ഇവിടെ ഉണ്ടാകണം എന്ന് ചിന്തിക്കുന്ന ഇമാമാണോ, തീർച്ചയായും അതാണ് നല്ല ഇമാമ്. ആ ഇമാമ് സമയം തരും, കുനൂത്ത് ഓതാനുള്ള സമയമൊക്കെ കുറച്ച് തരും. മുഴുവൻ ഓതി തീർക്കാനുള്ള സമയമൊന്നും തരൂലെങ്കിലും കുറച്ച് സമയമെങ്കിലും അത്തരം ഇമാമിയങ്ങളൊക്കെ തരാറുണ്ട്. ഏതോ ആവട്ടെ, സമയം കിട്ടിയാൽ നമുക്ക് കുനൂത്ത് ഓതാവുന്നതാണ്. സമയം കിട്ടിയിട്ടില്ലെങ്കിൽ കുനൂത്ത് ഓതണ്ട. ഏതായാലും ശരി, കുനൂത്ത് ഓതിയാലും ഓതിയിട്ടില്ലെങ്കിലും സഹ്വിന്റെ സുജൂദ് സുന്നത്തുണ്ട്. മഅ്മൂമ് കുനൂത്ത് ഓതിയാലും ഓതിയിട്ടില്ലെങ്കിലും സഹ്വിന്റെ സുജൂദ് സുന്നത്തുണ്ട്. ഈ ചർച്ച മുമ്പൊരിക്കൽ ഒരാൾ എന്നോട് ചോദിച്ചിരുന്ന ഒരു ചോദ്യം, ഇത് ഇമാമ് കുനൂത്ത് ഒഴിവാക്കിയതിന്റെ പേരിൽ മഅ്മൂമ് ഓതിയാൽ തന്നെ, ഇമാമ് മറ്റൊരു മദ്ഹബുകാരനായതുകൊണ്ട് അദ്ദേഹം കുനൂത്ത് ഒഴിവാക്കിയതിന്റെ പേരിൽ മഅ്മൂമിന് സഹ്വിന്റെ സുജൂദ് സുന്നത്തുണ്ടോ എന്ന് ചോദിച്ചിരുന്നു. അന്ന് അതിന്റെ മറുപടി പറയാൻ ഞാൻ എവിടെയും കണ്ടെത്തിയിട്ടില്ലായിരുന്നു. ഇപ്പോൾ അൽഹംദുലില്ലാഹ് അത് കണ്ടു. അവിടെ ഉള്ള മറുപടി എന്താന്ന് വെച്ചാൽ ഉണ്ട് എന്ന് തന്നെ
തന്നെയാണ്. സഹവിന്റെ സുജൂദ് ആർക്കും സുന്നത്തുണ്ട്, അതുകൊണ്ട് അയാൾ ഖുനൂത്ത് ഓതിയിട്ടില്ല, ശരി. അങ്ങനെ ഓതാത്തതിന്റെ പേരിലും ഈ മഅ്മൂമിന് സഹവിന്റെ സുജൂദ് സുന്നത്തുണ്ട്. അപ്പൊ ഈ സാഹചര്യത്തിൽ മഅ്മൂമ് ഖുനൂത്ത് ഓതിയാലും ശരി ഇല്ലെങ്കിലും ശരി മഅ്മൂമിന് ഇമാമ സലാം വീട്ടിയതിന്റെ ശേഷം സഹവിന്റെ സുജൂദ് സുന്നത്തുണ്ട് എന്ന് മനസ്സിലാക്കാവുന്നതാണ്. ഓക്കെ, ഞാൻ പറഞ്ഞിട്ട് ഇപ്പൊ നിങ്ങൾക്ക് തിരിഞ്ഞോ അതോ നട്ടം തിരിഞ്ഞോ? എന്താ ഇപ്പൊ ഉണ്ടായത്? തിരിഞ്ഞ് എന്നാ മതി. കേട്ടോ? ഓക്കെ, അങ്ങനെ മനസ്സിലാകട്ടെ. അൽഹംദുലില്ലാ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. അത് മതി. അപ്പൊ തൽക്കാലം ഞാൻ ഇന്നിവിടെ ഇത് ചർച്ച അവസാനിപ്പിക്കുകയാണ്. സഹവിന്റെ സുജൂദിന്റെ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഈ ചർച്ച ദിവസങ്ങളോളം തുടരേണ്ടി വരും. കാരണം ഇത് വിശാലമായ ബാബാണ്. അപ്പോൾ ഇനി ചോദിക്കാനുള്ളവരുണ്ടാവും. അതുകൊണ്ട് ഇനി ചോദ്യോത്തരത്തിന് ഇന്നലത്തെ ചോദ്യം നമുക്ക് കൂടുതൽ മറുപടി പറഞ്ഞ് തീർക്കാൻ സാധിച്ചിട്ടില്ല. ഇനി ഇന്നും ചിലപ്പോൾ അതേ പ്രശ്നം തന്നെ ഉണ്ടായേക്കാം. അതുകൊണ്ട് ഞാൻ എപ്പോ സൈൻ ഔട്ട് ആയാലും നിങ്ങളെ മനസ്സിലാക്കുക, ഇത് എന്റെ കറണ്ട് പോയതാണ്. അതുകൊണ്ട് നമ്മളെ ഷെൻഫീർ ഇൻഷാ അല്ലാഹ് അദ്ദേഹം ഒന്നുകൂടി ശ്രമിച്ചാൽ നമ്മുടെ പ്രശ്നം തീരും എന്നാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. അദ്ദേഹത്തിന് കൂടി ദുആ ചെയ്യണം. നമ്മുടെ റൂമിൽ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ സഹകരിക്കാനുള്ള ഒരു നല്ല വ്യക്തിത്വമാണ്. അല്ലാഹു തആല ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അതുപോലെ ഒരുപാട് ആളുകൾക്കുണ്ടാവും ഈ രംഗത്ത് പ്രശ്നങ്ങൾ. അപ്പൊ എനിക്കറിയുന്ന എല്ലാ പണിയും ഇവിടെയുള്ള ചില ആളുകളുടെ സഹായത്തോടെ പല പണിയും ചെയ്തു നോക്കി, പക്ഷെ ഒരു രക്ഷയില്ല. അപ്പൊ ഇന്നലെ സെൻഫീറും കുറെ ചെയ്തു, ഇതുവരെ അത് ശരിയായിട്ടില്ല. അതെന്താണെന്ന് എനിക്ക് പറയാനില്ല. എല്ലാം കിട്ടും, ബൈലക്സ് മാത്രം കിട്ടൂല. അങ്ങനെ ഒരു പ്രശ്നം. അപ്പൊ എന്താണ് ഇതിന്റെ കാരണം എന്ന് മനസ്സിലായിട്ടില്ല. ഇനി സിസ്റ്റം ഫോർമാറ്റ് ചെയ്യേണ്ടി വരുമോ എന്ന് അറിയില്ല. അങ്ങനെ ഒരു പ്രശ്നത്തിലാണുള്ളത്. അത് ശരിയാകാത്തിടത്തോളം കാലം നമ്മുടെ ക്ലാസ്സിനൊന്നും ഒരു ഇൻട്രസ്റ്റ് കിട്ടൂല. മനസ്സിലായി? അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മുടെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് PC തന്നെ മാറ്റിയോ? പഠിച്ചോനെ, അതിനും കഴിയൂലട്ടോ. ഇത് പുതിയ PC ആണിത്. ഓക്കെ. എറർ മെസ്സേജ് എന്താ കാണിക്കണെന്ന് വെച്ചാൽ ബൈലക്സ് മെസ്സഞ്ചർ സ്റ്റോപ്പ്ഡ് വർക്കിംഗ്, അതാ കാണിക്കണത്. അതെങ്ങനെ? ബൈലക്സ് ഒക്കെ ഞാൻ പലതവണ അതൊക്കെ അൺഇൻസ്റ്റാൾ ചെയ്ത് രണ്ടാമത് ഡൗൺലോഡ് ചെയ്ത് റീഇൻസ്റ്റാൾ ഒക്കെ ചെയ്ത് പലതവണ ചെയ്തു നോക്കി. അത് സൈൻ ഇൻ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ നോക്കുമ്പോ ആ സമയത്ത് എന്ത് വരും? ബൈലക്സ് മെസ്സഞ്ചർ സ്റ്റോപ്പ്ഡ് വർക്കിംഗ് അവൻ പറഞ്ഞങ്ങ് നിൽക്കും. അതാണ് അതിന്റെ പ്രശ്നം. XP അല്ല വിൻഡോസ് 7 ആണ്. അപ്പൊ അതിന് പരിഹാരം അറിയുന്ന ആളുകൾ ശരിക്ക് തീർത്ത് പറയാൻ പറ്റിയ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ, ആ പ്രശ്നം ഒരുപാട് ആളുകൾക്കുണ്ടല്ലേ. അതെ, അഹലം വസഹലം കേൾക്കണം. ഇന്നലെ നമ്മളെ ഷെൻഫീർ എടുത്ത പണി അതാണ്. രജിസ്ട്രി എഡിറ്റ് പോയിട്ടേ അതിന് ബൈലക്സ് ഫുള്ള് റിമൂവ് ചെയ്തു. എല്ലാം റിമൂവ് ചെയ്തിട്ട് പിന്നെ റീഇൻസ്റ്റാൾ ചെയ്തു. എന്നിട്ടൊന്നും ഒരു രക്ഷയില്ല. ഇപ്പോഴും അതേ അവസ്ഥയാണുള്ളത്. അപ്പൊ ഇപ്പോ അദ്ദേഹം വേറെ ഏതെങ്കിലും രജിസ്ട്രിയിൽ എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടാകും എന്നൊരു നിഗമനത്തിലാണ് ഇന്നലെ പരിപാടി നിർത്തിച്ചു പോയത്. പുതിയ സൊല്യൂഷൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഇന്നലെ പോയത്. അപ്പൊ ഇൻഷാ അല്ലാഹ് അതിന് പരിഹാരം ഉണ്ടാകുമെന്ന് നമുക്ക്. വിൻഡോസ് യൂസറൊക്കെ പുതിയതുണ്ടാക്കി, അതല്ലേ രസം. വിൻഡോസ് യൂസറും പുതിയതുണ്ടാക്കി, അതാണ്. അതൊക്കെ ഉണ്ടാക്കി നോക്കി, പക്ഷെ എന്നിട്ടും ഒരു രക്ഷയില്ല. അപ്പൊ എന്താണ് അതിന്റെ ഒരു പരിഹാര മാർഗം എന്ന് മനസ്സിലാകുന്നില്ല. ഇൻഷാ അല്ലാഹ് അദ്ദേഹം അതിന് പരിഹാരം കാണിച്ചു തരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഏതായാലും അത് ഒന്ന് ശരിയായി കിട്ടാതെ ഇപ്പൊ നമുക്കൊരു സമാധാനമില്ല. കാരണം എന്താണെന്നറിയോ, ഇപ്പൊ നമ്മളെ സമയം മുഴുവൻ അത് ശരിയാക്കാൻ വേണ്ടി ഇങ്ങനെ പോവുകയാണ്. നമ്മള് ശരിക്ക് പറഞ്ഞാൽ ഇന്നൊന്നും ക്ലാസ് എടുക്കാൻ വേണ്ടി കിതാബ് വെക്കാനൊന്നും നേരം കിട്ടിയിട്ടില്ല. ഞാൻ ക്ലാസ് തുടങ്ങാൻ നേരത്ത് ഇവിടെ അലി അൻസാരി ഉസ്താദിന്റെ ക്ലാസിന്റെ അവസാന ഭാഗം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഒന്ന് കിതാബ് എടുത്ത് നോക്കി. ആ ഭാഗം മാത്രമാണ് ഇന്ന് നിങ്ങളെ
കേൾപ്പിച്ചത്. ഓക്കെ. ബാക്കവി ജോലി പറഞ്ഞാണ് ശരി. ഷൻഫീർ ആ വിഷയത്തിലെ ഒരു വിദഗ്ധനായ ഡോക്ടറാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും ഇന്നലെ അദ്ദേഹം പല ടെസ്റ്റുകളും നടത്തിയൊക്കെയോ അസുഖം എന്താണെന്ന് കണ്ടെത്തിയിട്ടില്ല. അപ്പൊ അസുഖം കണ്ടെത്തിയാലല്ലേ അതിന് സൊല്യൂഷൻ എന്താണെന്ന് കണ്ടെത്താൻ പറ്റുള്ളൂ. അപ്പൊ ഇൻഷാ അല്ലാഹ് അതിനുള്ള ഒരു തീവ്രയത്നം ഇനിയും തുടരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോ ഇൻഷാ അല്ലാഹ് തൽക്കാലം ഞാൻ മൈക്ക് വിടുന്നു. ചോദിക്കേണ്ട ആളുകൾ മൈക്കിലേക്ക് വരിക. പിന്നെ അല്ലാഹു തആല നമ്മുടെ ക്ലാസ് PC ഫോർമാറ്റ് ചെയ്യുക. അതാണ് അവസാനത്തെ പണി. മനസ്സിലായില്ലേ? അവസാനത്തെ പണി അതാണ്. അല്ലാഹു തആല നമ്മെ എല്ലാവരെയും അവൻ പൊരുത്തപ്പെട്ട സാലിഹീങ്ങൾ ഉൾപ്പെടുത്തി തെരുമാറാകട്ടെ. നമ്മുടെ ക്ലാസ് നമുക്ക് രണ്ട് ലോകത്ത് ഉപകരിക്കുന്ന രീതിയിൽ ഉള്ള ഒരു ഇൽമിന്റെ വേദിയായി അല്ലാഹു തആല നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ എന്ന് പ്രത്യേകമായി ദുആ ചെയ്യുന്നു. നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയ ആളുടെ കബറിടങ്ങൾ അല്ലാഹു തആല സന്തോഷത്തിലും റാഹത്തിലുമാക്കി കൊടുക്കുമാറാകട്ടെ. ഈ ക്ലാസിന്റെ ബറക്കത്ത്, അതിന്റെ സന്തോഷം അവരുടെ കബറിടങ്ങളിലേക്ക് അല്ലാഹു തആല എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. എല്ലാ വിഷമങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും നമ്മെയും നാമുമായി ബന്ധപ്പെട്ട എല്ലാവരെയും അല്ലാഹു തആല രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഖൈറായ എല്ലാ മുറാദുകളും അല്ലാഹു ഹാസിലാക്കി തരുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമലൈക്കും. ഉസ്താദ് ബാക്കവി ചോദ്യ ഉസ്താദ് മൈക്ക് ചോദിച്ചിരുന്നു. അതിന്റെ ഇടയിൽ കസ്റ്റമർ വന്നു. അതുകൊണ്ട് പിന്നെ ഞാൻ തന്നെ ചോദിക്കരുത്. ചെറിയ സംശയം ഉസ്താദ്. അപ്പോ ഇമാമിന്റെ കൂടെ വൈകി തുടർന്ന ഒരാള്, അതായത് ഒരു റക്അത്ത് കഴിഞ്ഞ ശേഷമാണ് മഅ്മൂം തുടർന്നത്. അങ്ങനെ രണ്ടാമത്തെ അത്തഹിയ്യാത്തില് ഇമാമ് മറന്നു. അങ്ങനെ സഹവിന്റെ സുജൂദ് ചെയ്തു. ഇമാമിന്റെ കൂടെ മഅ്മൂമും ചെയ്തു. എന്നിട്ട് പിന്നെ ഒരു റക്അത്ത് ഇയാൾക്ക് നിസ്കരിക്കാണ്ട് മഅ്മൂമിന്. ഈ മഅ്മൂമിന്റെ നിസ്കാരത്തിന്റെ അവസാനത്തിൽ ഈ മഅ്മൂം രണ്ടാമത് വീണ്ടും ഒരു സഹവിന്റെ സുജൂദും ചെയ്യേണ്ടതുണ്ടോ? അത് ഒരു സംശയം. പിന്നെ ഒരു സഹോദരി ഒരു PM-ലൂടെ ഒരു സംശയം ചോദിച്ചിട്ടുണ്ട്. ഫർള് നിസ്കാരത്തിൽ രണ്ടാമത്തെ റക്അത്തിൽ അത്തഹിയ്യാത്ത് മുഴുവനും ഓതിയാലുള്ള വിധി എന്ത്? രണ്ടിനും ഉസ്താദ് മറുപടി പറയുന്നു. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. അതെ, അവന്റെ നിസ്കാരത്തിന്റെ ഈ നിങ്ങൾ പറഞ്ഞ മസ്ബൂക്കിന്റെ നിസ്കാരത്തിന്റെ അവസാനത്തിൽ അയാൾ സഹവിന്റെ സുജൂദ് വീണ്ടും ചെയ്യണം. അതാണ് സുന്നത്ത്. ചെയ്തിട്ടില്ല എന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ചെയ്യലാണ് സുന്നത്ത്. പ്രധാനപ്പെട്ട സുന്നത്ത് തന്നെയാണ്. അയാളുടെ നിസ്കാരത്തിന്റെ അവസാനത്തെ ഭാഗത്ത് എന്താകണം? സഹവിന്റെ സുജൂദ് വീണ്ടും ചെയ്യണം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഒരു ഗുഡ് ക്വസ്റ്റ്യൻ ആണ് എന്ന് താജുമോൻ അടിച്ചു കാണുന്നു. അത് നമ്മൾ പലതവണ നമ്മുടെ റൂമിൽ വിശദീകരിച്ച വിഷയമാണ്. ആദ്യത്തെ അത്തഹിയാത്തിന്റെ സ്ഥാനത്ത് അവസാനം വരെ ഓതിയതുകൊണ്ട് ഷാഫി മദ്ഹബിൽ വിരോധമൊന്നുമില്ല. നിസ്കാരത്തിന്റെ സിഹത്തിനെ അത് ബാധിക്കൂല. പക്ഷെ അനാവശ്യമായി ഓതാതിരിക്കലാണ് നല്ലത്. കാരണം ചില മറ്റു മദ്ഹബുകളിലാണെങ്കിലും ചില ഖിലാഫുകളൊക്കെ ആ വിഷയത്തിലുണ്ട്. അതേ സ്ഥാനത്ത് ഇമാമ് ഓതി കഴിഞ്ഞു, മഅ്മൂം ആദ്യത്തെ അത്തഹിയാത്ത് ഓതിക്കഴിഞ്ഞു. ഇമാമ് ആകട്ടെ ആദ്യത്തെ അത്തഹിയാത്ത് ഓതിക്കഴിഞ്ഞില്ല, ഇമാമിന് താമസം വന്നു. അപ്പൊ മഅ്മൂമിന്റെ അത്തഹിയാത്ത് ആദ്യം തീർന്നാൽ പിന്നെ അവിടെ നിർത്താൻ പാടില്ല. അയാള് അവസാനത്തെ അത്തഹിയാത്തിൽ ഓതുന്ന ആ ഭാഗങ്ങളൊക്കെ അങ്ങനെ ഓതിയിട്ട് ഇമാമ് എപ്പോഴാണോ എഴുന്നേൽക്കുന്നത് അതുവരെ അയാൾ തുടരേണ്ടതാണ്. അതാണ് അയാൾക്ക് സുന്നത്ത്. ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. മനസ്സിലായല്ലോ? ഓക്കെ, മനസ്സിലായില്ലേ? ആവർത്തിക്കേണ്ടതില്ലല്ലോ. ഓക്കെ. അപ്പൊ ഞാൻ മൈക്ക് വിട്ടു. അടുത്ത ചോദ്യകർത്താവ് വരും. പെട്ടെന്ന് വരി. അസ്സലാമലൈക്കും. കേൾക്കുന്നുണ്ടോ സാർ? കേൾക്കുന്നുണ്ടോ? യെസ് അടിച്ചേ. ഉസ്താദ്, ഞാൻ ചോദ്യം ചോദിക്കാനല്ല ഞാൻ മൈക്കെടുത്തത്. ഉസ്താദ്, ഇവിടുന്ന് UAE-ന്ന് ഞങ്ങൾ ഉംറക്ക് പോകുന്നുണ്ട്. ഞാൻ ഉംറക്ക് പോകുന്നുണ്ട്.
ഇന്ന് 3-3:15 ഇറങ്ങും. അപ്പൊ അതുകൊണ്ട് എനിക്കും വേണ്ടിയിട്ട്, ഞങ്ങൾ പോണവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഉസ്താദന്മാരെല്ലാവരും ദുആ ചെയ്യണം. നമ്മുടെ സുന്നി ഗ്ലോബൽ വോയിസ് ക്ലാസ് റൂമിന് വേണ്ടിയിട്ടും ഉസ്താദന്മാർക്ക് വേണ്ടിയിട്ടും പിന്നെ നമ്മുടെ പ്രവർത്തകർക്ക് വേണ്ടിയിട്ടും ഞങ്ങൾ അവിടെ പോയിട്ട് ദുആ ചെയ്യുന്നതായിരിക്കും. ഉസ്താദന്മാരെല്ലാവരും കൂടിയിട്ട് ഞങ്ങൾക്ക് ദുആ ചെയ്യണം. പ്രത്യേകിച്ച് എല്ലാവരോടും, എല്ലാ ഉസ്താദന്മാരോടും. പേരെടുത്ത് പറയാൻ പറ്റില്ല എങ്കിലും എല്ലാ ഉസ്താദന്മാരും ഇവിടെ ക്ലാസ് റൂമിൽ ഇല്ലാത്തവരും ഉണ്ടാവും. സാധാരണ ക്ലാസ് റൂമിൽ വരുന്ന ആളാണ് ഞാൻ. മൈക്കെടുത്ത് സംസാരിക്കാറില്ല, സമയക്കുറവുകൊണ്ടാണ് മൈക്കെടുത്ത് സംസാരിക്കാത്തത്. ഇപ്പൊ ഇന്ന് 3:15 ഇപ്പൊ റൂമിൽ നിന്ന് ഇറങ്ങും. അസറിന്റെ ശേഷമാണ് അവിടുന്ന് യുഎഇന്നാണ് പുറപ്പെടുന്നത്. അപ്പൊ എല്ലാ ഉസ്താദന്മാരും ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യണം, പ്രത്യേകം ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്യണം. അസ്സലാമു അലൈക്കും. ഓക്കെ, ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല മഖബൂലത്തായ ഉംറയും മർളിയത്തായ സിയാറത്തും നൽകി അനുഗ്രഹിക്കട്ടെ. യാത്രയും കാര്യങ്ങളൊക്കെ അല്ലാഹു റാഹത്തിലും സന്തോഷത്തിലും ആക്കി തരട്ടെ. ഞങ്ങൾക്കൊക്കെ വേണ്ടി ദുആ ചെയ്യുക. പ്രത്യേകിച്ച് ഖൽബ് നന്നാകാനും ഈമാൻ സലാമത്താകാനും വേണ്ടി നിങ്ങൾ പ്രത്യേകിച്ച് ദുആ ചെയ്യണം എന്ന് വസിയത്ത് ചെയ്യുന്നു. എല്ലാ വിഷമങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു തആല നിങ്ങളെയും നമ്മളെയും എല്ലാവരെയും, നിങ്ങളുടെ കൂടെ വരുന്ന സഹയാത്രികയെയും എല്ലാവരെയും അല്ലാഹു തആല രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രത്യേകം ദുആ ചെയ്ത് മൈക്ക് അടുത്തയാൾക്ക് കൈമാറുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. സാധാരണ അബ്ആദു സുന്നത്തിൽപ്പെട്ടതാണ് കുനൂത്തിന് വേണ്ടി നിർത്തവും. അപ്പൊ നിർത്തല്ലാതെ കുനൂത്ത് ഓതാൻ കഴിയുമോ എന്നുള്ളതാണ് പിന്നെ എനിക്ക് സംശയം. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. നമ്മളെ ചോദ്യം കുറച്ച് പ്രസക്താണ്, പക്ഷെ എല്ലാവർക്കും അത് തിരിഞ്ഞിട്ടുണ്ടാവില്ല. അങ്ങനത്തെ ചോദ്യമൊക്കെ ചോദിക്കുമ്പോൾ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് 2 വട്ടം ചോദിച്ചാൽ നല്ലതാണ്. ചെറിയ ചോദ്യങ്ങളല്ലേ. അപ്പൊ ഏതാ ഞാൻ പറയാം. പിന്നെ കുനൂത്ത് അബ്ആദു സുന്നത്തിൽപ്പെട്ടതാണ്. കുനൂത്ത് ഒഴിവാക്കിയ സഹവിന്റെ സുജൂദ് ചെയ്യണം എന്ന് പറയുന്നു. എന്നാൽ പിന്നെ കുനൂത്തിന് വേണ്ടി നിൽക്കൽ അത് വേറൊരു സഹവിന്റെ അബ്ആദു സുന്നത്തായിട്ട് എണ്ണുന്നു. അപ്പൊ നിൽക്കൽ ഒഴിവാക്കിയാൽ അതിന് വേണ്ടി സഹവിന്റെ സുജൂദ് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങളെ ചോദ്യം, ഇവിടെ കുനൂത്ത് ഒഴിവാക്കിയാൽ എന്ന് പറഞ്ഞാൽ തന്നെ പോരെ? കാരണം നിൽക്കാതെ കുനൂത്ത് ഓതാൻ കഴിയോന്ന്. അപ്പൊ രണ്ടെണ്ണായിട്ട് എണ്ണ എന്തിനാണ്? അതിലപ്പോ ചോദിച്ചേ തവനൂർ. അതെ, അതാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അതിന് കാരണമുണ്ട്. എന്താ കാരണം എന്നറിയോ? ഒരാൾക്ക് കുനൂത്ത് അറിയില്ല എന്നിരിക്കട്ടെ. ഒരാൾക്ക് കുനൂത്ത് അറിയില്ല. ആ അറിയാത്ത ആൾക്ക് കുനൂത്തിന്റെ സമയം നിൽക്കൽ സുന്നത്തുണ്ട് എന്നാണ്. അപ്പൊ അയാള് ആ നൃത്തത്തെ ഒഴിവാക്കിയാൽ അയാൾക്ക് സഹവിന്റെ സുജൂദിൽ ഉണ്ട്. ഇതേപോലെ തന്നെയാണ് അത്തഹിയാത്തിന്റെ ഇരുത്തും. അത്തഹിയാത്തിന്റെ ഇരുത്തത്തിലും അങ്ങനെ തന്നെയാണ്. ആദ്യത്തെ അത്തഹിയാത്ത് ഒരാൾക്ക് അത്തഹിയാത്ത് അറിയില്ല, എന്നാലും ആയിക്കോട്ടെ, ആ അത്തഹിയാത്തിന്റെ സമയം ഇരിക്കൽ അയാൾക്ക് സുന്നത്തുണ്ട്. അപ്പൊ അങ്ങനെ വന്നാൽ അയാൾക്ക് ആ ഇരുത്തം ഒഴിവാക്കിയാൽ, ഇരുത്തം സുന്നത്തായ അയാൾ ഇരുത്തം ഒഴിവാക്കിയാൽ അയാൾ സഹവിന്റെ സുജൂദ് ചെയ്യണം. അതിനാണ് രണ്ടെണ്ണമായി എണ്ണിയിട്ടുള്ളത് എന്ന് അറിയിക്കുന്നു. തവനൂരിന് മനസ്സിലായോ? ഓക്കെ, ഞാൻ മൈക്ക് വിട്ടു. ഇനി ചോദ്യകർത്താക്കളൊന്നും കാണാനില്ല. പിന്നെ ഒരാൾ എനിക്ക് PM ചെയ്യാൻ കഴിയണില്ല എന്ന് വലിയ സങ്കടം അറിയിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ അയാൾക്ക് അങ്ങോട്ട് PM ചെയ്യാം. എന്നാ പിന്നെ പ്രശ്നം കഴിഞ്ഞല്ലോ. ഇൻഷാ അല്ലാഹ്. അപ്പോ ആരും സങ്കടപ്പെടരുത്. നാസർ ശാന്തിനഗർ, ശാന്തിയും സമാധാനമൊക്കെ വരട്ടെ കേട്ടോ. അപ്പൊ ഇനി ചോദ്യകർത്താക്കളൊന്നുമില്ല അല്ലേ? ഇവിടെ നല്ല ചൂടാണ്. ഞാൻ ഗൾഫിലുള്ള നിങ്ങളോട് ഇത് പറയാൻ പാടില്ല, കാരണം നിങ്ങളുടെ ചൂട് എത്ര ഉണ്ട് എന്ന് എനിക്കറിയില്ല. ഇവിടെ നല്ല ചൂടുണ്ട്, ഭയങ്കര ക്ഷീണാണ്, എല്ലാ സമയത്തും ഭയങ്കര ക്ഷീണം. ക്ലാസ് ഒന്നും മട്ടത്തിന് നടക്കണില്ല. അതുകൊണ്ട് ഭയങ്കര പ്രശ്നമുണ്ട്. വയനാട്ടിൽ ചെന്നാൽ അവിടെ നല്ല സുഖ.
വയനാട്ടിൽ ചെന്നാലേ അവിടെ നല്ല സുഖം എന്ന് പറഞ്ഞുകൂടെ, എന്നാലും ഇവിടെ നിന്ന് ചെല്ലുമ്പോൾ അവിടെ കുറച്ച് സുഖമാണ്. നാട്ടിൽ പോയാൽ ഇവിടെ ജോലി സ്ഥലത്താകുമ്പോൾ ഭയങ്കര ചൂടാണ്. ഇവിടെ വന്നിട്ട് നിൽക്കാൻ കഴിയണില്ല, ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. വെള്ളം ഇങ്ങനെ ധാരാളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാലും സംഗതി പ്രശ്നമാണ്. ഭയങ്കര ക്ഷീണം, രാവും പകലും ക്ഷീണം തന്നെ. അപ്പം വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോന്നൊന്നും അറിയില്ല. ഏതായാലും ഒന്നും ഇല്ലാതെക്കട്ടെ, എല്ലാവരും ദുആ ചെയ്യുക. അപ്പം ഏതായാലും ഇവിടുത്തെ കാലാവസ്ഥയുടെ ആ ഒരു പ്രശ്നമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇൻഷാ അല്ലാ. അപ്പം കണ്ടോ അവസരം മുതലെടുത്തു. TNA ജലീൽ അപ്പൾക്കിന് അടിച്ചു, വെൽക്കം ടു ഗൂഡല്ലൂർ. അവിടെ ഒന്നാ ചൂടുണ്ടാവില്ല എന്നാണ് മൂപ്പര് പറയുന്നത്. അങ്ങനെയാണ്, ഇതെന്നാണ് അവസരം മുതലാക്കുക എന്ന് പറഞ്ഞത്. കണ്ടോ? അപ്പോൾ അത് ശരിയാണ്. ഗൂഡല്ലൂർ ചെന്നാൽ അവിടെ ഒരു AC സമാധാന, രാത്രിയൊക്കെ കിടന്നുറങ്ങാനൊക്കെ ഒരു സുഖമാണ്. ഇവിടെ അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. അങ്ങനെ ഫാൻ ഉണ്ടെങ്കിൽ ഫാൻ ഒരു ഭാഗത്ത്, മൂപ്പർക്ക് ഇഷ്ടമുള്ളതാണ് നമുക്ക് തരിക, നമുക്ക് ഇഷ്ടപ്പെട്ട തണുത്ത കാറ്റ് കിട്ടൂല. അങ്ങനെയുള്ള പ്രശ്നമൊക്കെ ഉണ്ട്. ഏതായാലും ഒരു സമാധാനത്തിനുള്ള ഫാനൊക്കെ തിരിച്ചതിന് ചോട്ട് കിടന്നുറങ്ങാന്നല്ലാതെ ഏതായാലും ഇങ്ങനെ പോയാൽ നമ്മളെ കാലാവസ്ഥയൊക്കെ എവിടേക്കാണ് എത്തുന്നതെന്നറിയില്ല. ഭയങ്കര മാറ്റങ്ങളാണ് ക്ലൈമറ്റിലൊക്കെ കാണുന്നത്. അല്ലാഹുത്താല എല്ലാ ദുരന്തങ്ങളിൽ നിന്നും നമുക്ക് രക്ഷപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ ഈ അടുത്ത കാലത്തുണ്ടായ കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചൊക്കെ നമ്മളൊരു ചെറിയ അവലോകനം നടത്തുമ്പോൾ വലിയ വലിയ പ്രശ്നങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വയനാട്ടിൽ, എൻ്റെ നാട് വയനാട്ടിലാണ്. നാട് എവിടെയെന്ന് പല ആൾക്കാരും ചോദിക്കുന്നുണ്ട്. വയനാട്ടിൽ വലിയൊരു പ്രശ്നമുണ്ട്. അവിടെ കുറഞ്ഞ കാലമായിട്ട് മഴയുടെ അളവ് വളരെയധികം കുറവാണെന്നാണ് പഠനം. വയനാട്ടിൽ മഴയുടെ അളവ് ക്രമാതീതമായി കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ കാലാവസ്ഥയെയും അവിടുത്തെ കൃഷിവിളകളെയും ഒക്കെ അത് ബാധിക്കുന്ന ഒരു വലിയൊരു പ്രശ്നമായിട്ടാണ് കാലാവസ്ഥാ നിരീക്ഷകരൊക്കെ അത് കാണുന്നത്. ഏതായാലും അല്ലാഹുത്താല എല്ലാ ദുരന്തങ്ങളിൽ നിന്നും നമ്മയും ബന്ധപ്പെട്ട എല്ലാവരെയും രക്ഷപ്പെടുത്തി തരുമാറാകട്ടെ എന്ന് പ്രത്യേകം ദുആ ചെയ്യേണ്ട ഒരു സമയം കൂടിയാണ് ഇപ്പോൾ. ഇന്ന് ഞാൻ പ്രത്യേകമായി അറിയിക്കുന്നു. അതുകൊണ്ട് എല്ലാവരും ദുആ ചെയ്യുക. ഉംറക്ക് പോകുന്ന ആളുകൾ, ഹജ്ജിന് പോകുന്ന ആളുകൾ ഒക്കെ ഉണ്ടാവും. ഹജ്ജിന് അടുത്ത കൊല്ലം ആയിട്ടുവാണല്ലോ. ഏതായാലും ഇപ്പൊ തന്നെ ഉംറക്ക് പോകുന്ന ആളുകളൊക്കെ ശ്രദ്ധിക്കുക. നമ്മൾ അത്തരം കാര്യങ്ങൾക്കൊക്കെ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യുക. നമ്മളെ നാട്ടിലൊക്കെ എന്തെങ്കിലും പൊതുവായ ദുരന്തങ്ങളോ വിപത്തുകളോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ആകെ പ്രശ്നമാണ്. അതുകൊണ്ട് അതിനൊന്നും ഒക്കെ ഒരു സലാമത്ത് അല്ലാഹുത്താല നമുക്ക് നൽകണം. നമ്മളെ കാട്ടിക്കൂട്ടലും നമ്മുടെ ജീവിതത്തിന്റെ രീതിയും നമ്മൾ ചെയ്യണ കാര്യങ്ങളും നമ്മളെ ചിന്താക്കുറവും നമ്മളെ നന്ദികേടും ഒക്കെ പരിശോധിച്ചാൽ, അതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ചാൽ അല്ലാഹുത്താല എന്ത് ദുരന്തം ഈ ഭൂമിയിൽ ഉണ്ടാക്കിയാലോ അതൊന്നും ഏറൂല. അള്ളാഹ് പറഞ്ഞല്ലോ, വമാ അസാബക്കും മിൻ മുസീബത്തിൻ ഫബിമാ കസബത്ത് ഐദീക്കും. നിങ്ങൾക്ക് എന്ത് മുസീബത്ത് വന്നാലും അത് നിങ്ങൾ തന്നെ വരുത്തി വെച്ചതാണ്. എന്നിട്ട് അള്ളാഹ് പറയാ വയഅഫു അൻ കസീർ. എന്നാൽ ഒരുപാട് നിങ്ങളുടെ വൈകല്യങ്ങളും തെറ്റുകുറ്റങ്ങളൊക്കെ അല്ലാഹുതആല നിങ്ങൾക്ക് പൊരുത്തപ്പെട്ട് മാപ്പ് ചെയ്ത് തരുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഭൂമിയിൽ നിങ്ങളിങ്ങനെ ജീവിച്ചു പോണത് എന്നാണ് പറയുന്നത്. ഏതായാലും ശരി, അല്ലാഹുതആല എല്ലാ ദുരന്തങ്ങളിൽ നിന്നും നമ്മെ എല്ലാവരെയും രക്ഷപ്പെടുത്തുമാറാകട്ടെ എന്ന് ദുആ ചെയ്ത്, രണ്ടാളുകൾ കൂടി റൈസാൻ ചെയ്തിട്ടുണ്ട്. അവർക്ക് ചോദ്യത്തിനാണോ എന്ന് അറിയില്ല. അതുകൊണ്ട് തൽക്കാലം ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. അഹ്ലൻ വസഹ്ലൻ ഒരു ചോദ്യം ചോദിച്ചിരിക്കണം. അഹ്ലൻ വസഹ്ലൻ എന്ന ID ഒരു പ്രസക്തമായ ചോദ്യം ചോദിച്ചിരിക്കണം. അതിനും കൂടി ഒന്ന് മറുപടി പറഞ്ഞിട്ട് ഞാൻ തൽക്കാലം മൈക്ക് വെക്കും. അദ്ദേഹം ചോദിച്ചു, കോട്ടൂര് കോട്ടക്കലല്ലേ? അത് കാര്യമായൊരു ചോദ്യമാണ്. അത് ഫത്തുൽ മീനും തോഫിയൊന്നും നോക്കിയാലൊന്നും അതിന്റെ ഉത്തരം കിട്ടൂല. അത്രയും വലിയ ചോദ്യമാണ്. കോട്ടൂര് കോട്ടക്കലല്ലേ? അത് ശരിക്കും ഉത്തരം കിട്ടണ ഈ വില്ലേജ് ഓഫീസിലെ റെക്കോർഡ് പരിശോധിക്കേണ്ടി വരും. അപ്പോഴാണ് ഉത്തരം കിട്ടുക. ഏതായാലും അഹ്ലൻ വസഹ്ല. ഈ കോട്ടൂര് പലയിടത്തും ഉണ്ട്, അത് മനസ്സിലാക്കിക്കോളുകൾ. തിരുവനന്തപുരത്ത് കോട്ടൂരുണ്ട്, മലപ്പുറത്ത് കോട്ടൂരുണ്ട്, അതാണ് കോട്ടക്കല കോട്ടൂര്. കോഴിക്കോട് ജില്ലയിൽ കോട്ടൂരുണ്ട്, അതാണ് നമ്മളെ മജീദ് സഖാഫി കോട്ടൂര് എന്നാണ്. വയനാട് ജില്ലയിൽ ഒരു കോട്ടൂരുണ്ട്, അതാണ് എന്റെ കോട്ടൂര്. മനസ്സിലായോ? അങ്ങനെ ഒരുപാട് കോട്ടൂരുണ്ട്. കോട്ടൂര് നിങ്ങൾ വിചാരിച്ച ഇതില്ല. തൽക്കാലം ഞാന് കണ്ണൂരുണ്ട്, കണ്ണൂരും കോട്ടൂരുണ്ട്. പഠിച്ചോനെ കോട്ടൂര് പിടുത്തം വിട്ടല്ലോ. അപ്പൊ നമ്മൾ വിചാരിച്ചതൊന്നൊക്കെ പിടുത്തം വിട്ട്. ഇൻഷാ അല്ലാഹ് ഞാൻ മൈക്ക് വിട്ടു കേട്ടോ. തൽക്കാലം നിർത്തുക. ARGKFന്റെ സംശയഘടകള് എല്ലായിടത്തും ഉണ്ട്. പറയുമ്പോ മലക്കാണോ? കാസർഗോഡും ഉണ്ട്. പഠിച്ചോനെ പുതിയ വിവരമാണ് ഇതൊക്കെ. ഇതൊന്നും തോഫിൻ നിഹായും ഫത്തുൽ മീനും
തെർസീഹും യാനത്തും നോക്കിയാൽ കിട്ടാത്ത വിവരങ്ങളാണ് ഇപ്പൊ ഈ കിട്ടണമൊക്കെ കേട്ടോ. ഇൻഷാ അല്ലാഹ് ഞാൻ തൽക്കാലം മൈക്ക് വിടുന്നു. അടുത്ത ആൾക്ക് ചോദിക്കാനുള്ളവർക്ക് ചോദിക്കാം. 1-2 ചോദ്യങ്ങളൊടുക്കെ ഇൻഷാ അല്ലാഹ് ഞാൻ മൈക്ക് വിട്ടു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇമാമ് ഒന്നാമത്തെ അത്തഹിയ്യാത്ത് മറക്കുകയും സലാം വീട്ടി സഹവിന്റെ സുജൂദ് ചെയ്യാതിരിക്കുകയും ചെയ്താൽ മഅ്മൂമ് സഹവിന്റെ സുജൂദ് ചെയ്യണോ എന്നാണ് ചോദ്യം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഓക്കെ, ഇമാം ആദ്യത്തെ അത്തഹിയ്യാത്ത് ഓതിയില്ല, അപ്പൊ സഹവിന്റെ സുജൂദിനുള്ള കാരണം ചെയ്തു. പക്ഷെ അയാൾ സഹവിന്റെ സുജൂദ് ചെയ്യാതെ സലാം വീട്ടി. എന്നാൽ മഅ്മൂമിന് സഹവിന്റെ സുജൂദ് സുന്നത്തുണ്ടോ എന്നാണ് ചോദിച്ചത്. സുന്നത്തുണ്ട്. സുന്നത്തുണ്ട്. മഅ്മൂമിന് സഹവിന്റെ സുജൂദ് ആ സന്ദർഭത്തിൽ സുന്നത്തുണ്ട്. അപ്പൊ ഇമാമ സലാം വീട്ടിയതിനു ശേഷം മഅ്മൂമ സ്വതന്ത്രനായി അദ്ദേഹത്തിന് സഹവിന്റെ സുജൂദ് ചെയ്യാവുന്നതാണ്, അല്ല ചെയ്യൽ സുന്നത്തുള്ളതാണ് എന്നറിയിക്കുന്നു. ഞാൻ മൈക്ക് വിട്ടു. ഹലോ, അസ്സലാമു അലൈക്കും. ഉസ്താദ് കേൾക്കുന്നില്ലേ? ഹലോ, കേൾക്കുന്നില്ലേ? ഹലോ, ഉസ്താദ്, എന്റെ സംശയം, ഈ അബ്ആദ് സുന്നത്ത് മനഃപൂർവ്വം ഒഴിവാക്കിയാൽ അത് സഹവിന്റെ സുജൂദ് കൊണ്ട് പരിഹരിക്കുമോ എന്നാണ് ചോദ്യം. ഹലോ, അദ്ദേഹം മൈക്ക് വിടാൻ താമസിച്ചു. ഏതായാലും ചോദ്യം ചോദിച്ചത് പ്രസക്തമായ ചോദ്യം തന്നെയാണ്. ഞാൻ നേരത്തെ അത് പറഞ്ഞിരുന്നു. അബ്ആദ് സുന്നത്ത് മനഃപൂർവ്വം ഒഴിവാക്കിയാലും സഹവിന്റെ സുജൂദ് സുന്നത്തുണ്ട്. പിന്നെ പരിഹരിക്കുമെന്ന് വെച്ചാൽ എന്തായാലും പരിഹാരം എന്ന ക്രിയ പരിപൂർണമായി, ആ പരിഹാരം എന്ന ആ വേർഡ് അത് പരിപൂർണമായി ഫിറ്റ് ആകണമെന്ന് മറന്നുകൊടുത്തേക്കാണ്. മനഃപൂർവ്വം വിട്ടാൽ അതിനനുസരിച്ചുള്ള ന്യൂനതകൾ ഉണ്ടാകും. എന്നാലും സഹവിന്റെ സുജൂദ് സുന്നത്തുണ്ട് എന്ന് അറിയിക്കുന്നു. മൈക്ക് വിട്ടു. അസ്സലാമു അലൈക്കും. ഉസ്താദ്, ഇമാമ് ഒന്നാമത്തെ അത്തഹിയ്യാത്ത് ഇരിക്കാതെ എണീക്കാൻ പുറപ്പെടുമ്പോ മഅ്മൂമികൾ ഇഷാറ ചെയ്തു, അതെ സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞു. പക്ഷെ ഇമാമ് മടങ്ങിയില്ല. ആ സമയത്ത് ഈ മഅ്മൂമിന് വേണമെങ്കിൽ ഇമാമിനെ പിന്തിരിഞ്ഞ് അവിടെ തന്നെ നിൽക്കാൻ വേണ്ടി, അതോ ഇമാമിന്റെ ഒപ്പം പോകാൻ വേണ്ടി അത്തഹിയ്യാത്തിൽ ഇരിക്കാതെ? അസ്സലാമു അലൈക്കും. ഇമാമ് ഒന്നാമത്തെ അത്തഹിയ്യാത്ത് ഇരിക്കാതെ മേലേക്ക് പോയി, അതായത് ഖിയാമിലേക്ക് പോയി. പോകുന്ന സമയത്ത് മഅ്മൂമ് സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞിട്ട് അയാളെ തംബീഹാക്കി. പക്ഷേ ഇമാമ് മടങ്ങിയിട്ടില്ല. അങ്ങനെ വരുമ്പോ മഅ്മൂമ് അത്തഹിയ്യാത്ത് ഓതാൻ പറ്റുമോ, അതല്ല ഖിയാമിലേക്ക് ഇമാമിനെ തുടർന്ന് പോകണോ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. ഓക്കെ 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 ഇമാമ് എഴുന്നേറ്റ് കഴിഞ്ഞാൽ, ഇരുത്തത്തിൽ നിന്ന് വിട്ട് ഇമാമ് ഖിയാമിന്റെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്താക്കാൻ പാടില്ല, തംബീഹ് ചെയ്യുന്നതിൽ അർത്ഥമില്ല. കാരണം നിങ്ങൾ തംബീഹ് ചെയ്തിട്ട് ഇമാമിന് ഓർമ്മ വന്നു, ഞാൻ ഒന്നാമത്തെ തയ്യാത്ത് വിട്ടതുകൊണ്ടാണ് ആ സുബ്ഹാനല്ലാഹ് ചൊല്ലിയത് എന്ന് ഓർമ്മ വന്നാൽ തന്നെ ഇമാമിന് മടങ്ങി വരാൻ പാടില്ല. ഇമാമിന് മടങ്ങി വരാൻ പാടില്ല. മനസ്സിലായോ? അപ്പോ ചുരുക്കി പറഞ്ഞാൽ
അവിടെ ഇമാമിന്റെ കൂടെ മഅ്മൂമീങ്ങളും പോവുക മാത്രമാണ് അവിടുത്തെ പണി. അല്ലാതെ ഇമാമ മടങ്ങി വരൂല, അതുകൊണ്ട് ഇമാമിനെ കാത്തിരിക്കേണ്ടതില്ല. അവിടെ ഇല്ല, അതാ ഞാൻ പറഞ്ഞ തെമ്പീഹ് ചെയ്യാൻ തന്നെ പറ്റൂല. മനസ്സിലായില്ലേ? തെമ്പീഹ് ചെയ്യാൻ പറ്റൂല. കാരണം ഇമാം എഴുന്നേറ്റ് പോയല്ലോ. എഴുന്നേറ്റ് പോയ ഇമാമിനെ പിന്നെ നിങ്ങൾ സുബ്ഹാനല്ലാഹ് പറഞ്ഞ് ഉണർത്തി കൊടുത്തിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഉണർത്തി കൊടുക്കാൻ പറ്റൂല. അത് ഉണർത്തി കൊടുക്കേണ്ടത് എവിടെയെന്ന് വെച്ചാൽ പരിഹരിക്കാൻ പറ്റിയ സ്ഥലത്താ. ഇവിടെ സുന്നത്ത് വിട്ട് അടുത്ത ഫർദിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആ ഫർദ് വിട്ട് പിന്നെ സുന്നത്തിന് വേണ്ടി മടങ്ങാൻ പാടില്ല എന്ന് പൊതു നിയമമുണ്ട്. ആ നിയമം ഇവിടേക്കും ബാധകമാണ്. അതുകൊണ്ട് ഇമാമ് മടങ്ങി വരൂല. മഅ്മൂമിന് അത്തഹിയ്യാത്ത് ഓതാതെ ഇമാമിന്റെ കൂടെ പോവുകയാണ് മഅ്മൂമ് ചെയ്യേണ്ടത്. മനസ്സിലാണ്ടോ? കാരണം ഇമാമ് ഓതാതെ അത്തഹിയ്യാത്ത് മഅ്മൂമ് ഓതാൻ പാട് ഇല്ല. പൊതുവെ അങ്ങനെയാണ് പറയുക. ഇത് വിശദമായി വേണമെങ്കിൽ അതിന് ചില തലങ്ങൾ കൂടിയുണ്ട്. അതിപ്പോ പറയേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതായാലും ചുരുക്കി പറയട്ടെ, ഇമാമ് അത്തഹിയ്യാത്ത് ഓതിയിട്ടില്ലെങ്കിൽ മഅ്മൂമ് അത്തഹിയ്യാത്ത് ഓതാൻ പാടില്ല. അതേ സ്ഥാനത്ത് ഇമാമ് ഖുനൂത്ത് ഓതിയിട്ടില്ലെങ്കിലും മഅ്മൂമിന് ഖുനൂത്ത് ഓതാവുന്നതാണ്. അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, അത്തഹിയ്യാത്ത് ഓതണമെങ്കിൽ ഇരുത്തം എന്ന ഒന്ന് പുതിയതുണ്ടാക്കണം. അപ്പൊ ഇരിക്കാതെയാണ് ഇമാമ് നീച്ചതെങ്കിൽ മഅ്മൂം ഇരിക്കാൻ പാടില്ല. അതേ സ്ഥാനത്ത് ഖുനൂത്തിന്റെ അവിടെ നൃത്തം പുതിയതല്ല, അത് എന്തായാലുമുള്ള എഴുത്തിദാലാണ്. ആ എഴുത്തിദാലിലാണ് ഖുനൂത്ത് ഓതുന്നത്. അതുകൊണ്ട് പുതിയ നൃത്തം, ഇമാമ് ചെയ്യാത്ത നൃത്തം മഅ്മൂം ഉണ്ടാക്കുന്നില്ല. അതുകൊണ്ട് ഇമാമ് ഖുനൂത്ത് ഓതിയിട്ടില്ലെങ്കിലും മഅ്മൂമിന് ഖുനൂത്ത് ഓതാം. ഇമാമ് അത്തഹിയ്യാത്തിന് ഇരുന്നിട്ടില്ലെങ്കിൽ മഅ്മൂമിന് അത്തഹിയ്യാത്തിന് ഇരിക്കാൻ പാടില്ല. ഇതാണ് ആ വിഷയത്തിന്റെ മർമ്മം. മനസ്സിലായില്ലേ? ഇപ്പൊ പറഞ്ഞ മനസ്സിലായോ? അല്ലാഹ് പഠിച്ചോനെ. ഓക്കെ ഓക്കെ ഓക്കെ, ഞാൻ മൈക്ക് വിട്ടു. ഇനി ഒരു ചോദ്യം കൂടി ആയിക്കോട്ടെ, ഒരാളും കൂടി ഉണ്ട്. ഇനി പുതിയതാരും കൈ ഉയർത്തണ്ട. ഓക്കെ, ഞാൻ മൈക്ക് വിട്ടു. അസ്സലാമു മടങ്ങി വരാൻ പറ്റിയ കതിർ എത്രയാണ് അതറിഞ്ഞാൽ കൊള്ളായിരുന്നു. അതുപോലെ തന്നെ ഈ 5-ാമത്തെ റക്അത്തിലേക്ക് ഇമാമ് എണീറ്റതിന്റെ ശേഷം മഅ്മൂമിനെ ഷർത്താക്കി ഉണർത്തിയിട്ടും ഇമാമ് തിരിച്ചു വരുന്നില്ലെങ്കിൽ ഇമാമിനെ വിട്ടുപിരിയാൻ പറ്റുമോ എന്നുള്ളതാണ്. അസ്സലാമു അലൈക്കും. ഓക്കെ, 5-ാമത്തെ റക്അത്തിലേക്ക് ഇമാമ് ഉണർന്നാൽ, ഇമാം എഴുന്നേറ്റാൽ അവിടെയും ഇമാമിന് മഅ്മൂമിനെ അവിടെ ഉണർത്താം. പക്ഷെ ഉണർത്തിയതിന്റെ ശേഷം ഇമാമിന് ബോധ്യപ്പെടുകയാണ് ഞാനിവിടെ 5-ാമത്തെ റക്അത്തിലാണ് എത്തിയിട്ടുള്ളത് എന്ന് ബോധ്യപ്പെട്ടാലേ ഇമാമ് തിരിച്ചു വരാവൂ. അതേസമയത്ത് ഇമാമിന്റെ സംശയം അപ്പോഴും ബാക്കിയാണെങ്കിൽ ഒരിക്കലും ഇമാമ് തിരിച്ചു വരാൻ പാടില്ല. ഇമാമ് തിരിച്ചു വരാതിരുന്നാൽ മഅ്മൂമിങ്ങൾക്ക് 2 ഓപ്ഷനാണ് അവിടെ ഉള്ളത്. ഒന്നിരിക്കൽ ഇമാമ് അടുത്ത ആ റക്അത്ത് കഴിഞ്ഞ് തിരിച്ചെത്തി അത്തഹിയ്യാത്ത് ഓതി സലാം വീട്ടുന്നത് വരെ അത്തഹിയ്യാത്തിന്റെ ഇരുത്തത്തിൽ ഇമാമിനെ കാത്തിരിക്കാം. അപ്പോൾ ആ സമയത്ത് നമുക്ക് ദുആ നീട്ടിക്കൊണ്ടുപോകാവുന്നതാണ്. അല്ലെങ്കിൽ ഇമാമിനെ വിട്ടുപിരിയുന്നു എന്ന നിയ്യത്തോടുകൂടി സലാം വീട്ടുകയും ചെയ്യാം. നമ്മുടെ അത്തഹിയ്യാത്തും സലാത്തൊക്കെ കഴിഞ്ഞാൽ ഇമാമിനെ വിട്ടുപിരിയുന്നു എന്ന നിയ്യത്തോടെ സലാം വീട്ടുകയും ചെയ്യാം. ഇവിടെ ഇമാമിനെ കാത്തിരിക്കലാണ് നല്ലത് എന്ന് അറിയിക്കുന്നു. പിന്നെ നേരത്തെ നിങ്ങൾ ചോദിച്ചു എന്ത്, ആ മടങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞു അല്ലേ? അങ്ങനെ ചോദ്യം കൂടി ചോദിച്ചല്ലോ. മടങ്ങാൻ പാടില്ല. അപ്പൊ മടങ്ങാൻ പാടില്ലാത്തതിന്റെ ഖദർ എത്രയാണ് എന്നാണ് ഇപ്പൊ നിങ്ങൾ ചോദിച്ചത്. ഉണ്ടോ? കേട്ടോളൂ. അപ്പൊ ഒരാൾ 1-ാമത്തെ അത്തഹിയ്യാത്ത് മറന്നു. 1-ാമത്തെ അത്തഹിയ്യാത്ത് മറന്നു. ഖദർ എത്രയെന്നല്ലേ ചോദിച്ചു? അതെ. 1-ാമത്തെ അത്തഹിയ്യാത്ത് മറന്നിട്ട് ഇയാൾ എഴുന്നേറ്റിട്ട് അടുത്ത ഫർള് എന്താണോ ആ ഫർളുമായി ഇയാൾ ബന്ധപ്പെട്ടു. അപ്പൊ അടുത്ത ഫർള് എന്താ? ഖിയാമാണ്. ഖിയാമിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ മടങ്ങാൻ പാടില്ല എന്നാ. അതാണ് കണക്ക്. അപ്പൊ നേരെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ എന്താക്കാൻ പാടില്ല? മടങ്ങാൻ പാടില്ല. അത് ശ്രദ്ധിക്കണം. മനസ്സിലായോ? അതാണ് എന്റെ കണക്ക്. ഫഇൻ ആദലഹു ബഅദ ഇന്തിസാബിൻ, നേരെ നിന്നതിന്റെ ശേഷം മടങ്ങിയാൽ ബത്തലത്തു സ്വലാത്തുഹു, ഓന്റെ നിസ്കാരം എന്തായിന? ബാത്തിലായിന. അപ്പൊ നേരെ നിന്നതിന്റെ ശേഷമാണ് മടങ്ങാൻ പാടില്ലാത്തത്. അതിന്റെ മുമ്പ് മടങ്ങുന്നതിന് വിരോധം ഇല്ല എന്ന് അറിയിക്കുന്നു. ഓക്കെ, ഞാൻ മൈക്ക് വിട്ടു.
ഇൻഷാ അല്ലാഹ് വിശദമായി ഈ ഭാഗങ്ങളിൽ നമുക്ക് സഹവിന്റെ സുജൂദിന്റെ അവസാനത്തെ ഭാഗത്ത് ചർച്ചയ്ക്ക് വരുന്നുണ്ട് എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. അസ്സലാമലൈക്കും. ഒരു മൈക്ക് കാത്തുകൊണ്ടാണ് എടുത്തത്. പിന്നെ നമ്മൾ ഈ ഇമാമ അഞ്ചാമത്തെ റക്കാത്തിൽ ഇമാമ നിങ്ങൾ തിരിച്ചു വരുന്നില്ല. ആ സമയത്ത് നമ്മൾ അത്തയ്യാത്തിൽ മുഴുവനാക്കി നമ്മൾ സലാം വിട്ടുകയും ചെയ്തു. ഇമാമിനെ വിട്ടുപിരിയുന്നു എന്നുള്ള നിലയ്ക്ക് അങ്ങനെ ആയ ജമാഅത്തിന്റെ കൂലി കിട്ടോ കിട്ടൂലേ എന്നുള്ളതാണ്. അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. ഞാന് 2 ദിവസം മുമ്പ് പറഞ്ഞിരുന്നു തവനൂർ തന്നെയാണെന്ന് എനിക്കറിയില്ല. ഏതായാലും സലാം ഇങ്ങനെ വല്ലാതെ ആവർത്തിക്കരുത് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. കണ്ട, നമ്മൾ ആദ്യം പറഞ്ഞ സലാം, നിങ്ങൾ ആദ്യം പറഞ്ഞ സലാം ആരും മടക്കിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അതൊന്നുകൂടി ശ്രദ്ധിക്കുക, അത് നല്ലതാണ്. അപ്പൊ നിങ്ങളിപ്പോ ചോദിച്ച ചോദ്യം, ഇപ്പോ നിങ്ങൾ ചോദിച്ച ഈ ചോദ്യത്തിൽ അവിടെ ഉള്ളത് എന്താന്ന് വെച്ചാല്, പിന്നെ ഇമാമ് അടുത്ത റക്അത്തിലേക്ക് നിന്നു, നമ്മൾ ഇമാമിനെ കാത്തിക്കാതെ എന്താക്കി, ഇമാമിനെ കാത്തിക്കാതെ സലാം വെട്ടി. എന്നാൽ അവിടെ ജമാഅത്തിന്റെ കൂലി കിട്ടുമെന്നാ? കൂലി കിട്ടും, അവിടെ പ്രശ്നമൊന്നുമില്ല. അവിടെ ഇമാമിനെ വിട്ടുപിരിയാനുള്ള ഓപ്ഷൻ നമുക്ക് അനുവദിച്ചു തന്ന സ്ഥലമായതുകൊണ്ട് അവിടെ കൂലി കിട്ടും. അതേ സ്ഥാനത്ത് ഇമാമിനെ കാത്തിരിക്കൽ തന്നെയാണ് ഏറ്റവും നല്ലത്. അപ്പൊ ആ നല്ലതിന് നിൽക്കാൻ നേരല്ല എന്ന് വെച്ചിട്ട് ഇതുവരെ നിസ്കരിച്ച ജമാഅത്തിന്റെ കൂലി നഷ്ടപ്പെടുകയില്ല എന്ന് അറിയിക്കുന്നു. കാരണം ഉദറോടുകൂടിയുള്ള വിട്ടുപിരിയലാണ്. അവിടെ കൂലി കിട്ടും, ജമാഅത്തിന്റെ കൂലി നഷ്ടപ്പെടൂല. കാരണമില്ലാതെ ഇമാമിനെ പിരിയുമ്പോഴാണ് ജമാഅത്തിന്റെ കൂലി കിട്ടാതിരിക്കുന്നത്. ഓക്കെ, ഇനി നസീബ് റൈസാൻ ചെയ്തിരിക്കുന്നുണ്ട്. അദ്ദേഹം മൈക്കെടുക്കുകയാണെങ്കിൽ എടുക്കട്ടെ. അദ്ദേഹത്തിന് കൂടി ഒരു ചോദ്യം കൂടി അനുവദിക്കാം. അല്ലാതെ ആരും ഇനി തൽക്കാലം ചോദിക്കരുത്. സമയം 2:37 ആയി ഇവിടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് മറ്റു പരിപാടികളൊക്കെ ഉണ്ട്, നമുക്ക് മറ്റൊരു സമയത്ത് വിശദമായി സംസാരിക്കാം എന്ന് അറിയിക്കുന്നു. അല്ലാഹു തആല ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്, മാഷാ അല്ലാഹ്. വളരെ ഗഹനമായ വിഷയം വളരെ സരസമായും സമർത്ഥമായും ഉള്ള അദ്ദേഹത്തിന്റെ ആ ക്ലാസ്സിലൂടെ, ഉസ്താദിന്റെ ക്ലാസ്സിലൂടെ നമുക്ക് വളരെയധികം ഉപകാരപ്രദമായി. അൽഹംദുലില്ലാഹ്, ഖിയാമത്ത് നാൾ വരെ ഇതുപോലെ ക്ലാസ്സുകളും പഠനങ്ങളും തുടരുവാൻ നമുക്കും ഉസ്താദിനും അല്ലാഹു ബർക്കത്ത് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഉസ്താദിന്റെ കുടുംബത്തിനും ഉസ്താദിനും അല്ലാഹു തആല എന്നെന്നും ഐശ്വര്യം ചൊരിഞ്ഞു കൊടുക്കുമാറാവട്ടെ. എല്ലാവിധ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും അല്ലാഹു തആല ഇൽമിന്റെ ബർക്കത്ത് കൊണ്ട് ഉയർത്തിക്കൊടുക്കുമാറാവട്ടെ. രോഗങ്ങൾക്ക് അല്ലാഹു തആല ശിഫ നൽകുമാറാവട്ടെ. അല്ലാഹു ഇസ്സത്തോടെ ആഫിയത്തോടെ അവസാനം വരെ ജീവിക്കുവാനും ഈമാനോടുകൂടെ മരണം പുൽകി അല്ലാഹുവിന്റെ ഹബീബിന്റെ കയ്യിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങിക്കുടിക്കുന്ന മുത്തഖീങ്ങളിൽ പെടുവാൻ ഉസ്താദിനും നമുക്കും അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. കൂടുതൽ വിശദീകരിക്കുന്നില്ല. എല്ലാവരും ക്ലാസ്, കോട്ടൂർ ഉസ്താദിന്റെ ക്ലാസ്സിൽ എല്ലാവരും പങ്കെടുപ്പിക്കണമെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. കാരണം എല്ലാവരും